മോർണിംഗ്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ഈ ദിവസത്തെ പ്രധാന വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇസ്രയേലിലെ ടെൽ അവീവിൽ 3 ബസ്സുകളിലുണ്ടായ സ്ഫോടനമാണ് അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ സ്ഫോടനത്തിന് പിന്നിൽ ആരാണ്, എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ കൂടുതലായി പുറത്തേക്ക് വരേണ്ടതുണ്ട്. പക്ഷേ ഈ ദിവസം പുലരുന്നത് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നു എന്ന് കരുതുന്നിടത്ത് വീണ്ടും പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു എന്ന വാർത്തയോടെയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം 12ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു. അതായത് കേരള സർക്കാരാണ് അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന്. പക്ഷേ ആശാ വർക്കർമാർ വലിയ പ്രതിഷേധത്തിലാണ്. അവരുടെ പ്രതിഷേധത്തിനാകട്ടെ പ്രതിപക്ഷത്തിൻ്റെ അടക്കം വലിയ പിന്തുണ കിട്ടുന്ന സാഹചര്യത്തിൽ സർക്കാരും അല്പം പ്രതിരോധത്തിലാവുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് ഒരു വലിയ സാമൂഹിക മാറ്റത്തിനായുള്ള ചില മുറവിളികൾ ചില ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. അത്തരമൊരു ഒറ്റപ്പെട്ട ഉയർന്ന ശബ്ദത്തിൻ്റെ വാർത്തയോടെയാണ് ഈ ദിവസം നമ്മൾ തുടങ്ങുന്നത്. അത് VP സുഹറ എന്ന പോരാളിയുടേതാണ്. കുറച്ച് ദിവസം മുൻപാണ് ന്യൂസ് 18ൻ്റെ Q18 അഭിമുഖത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവ് PMA സലാമും യുവ നേതാക്കളുമൊക്കെ PK ഫിറോസുമൊക്കെ മുസ്ലിം സമൂഹത്തിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ തുല്യത, എന്താണ് തുല്യത എന്നതിനെ പറ്റിയൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ ഒരു പുരോഗമന സമൂഹത്തിന് അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള നിലപാടുകളായിരുന്നു അന്ന് അവർ സ്വീകരിച്ചിരുന്നത്. ആ നിലപാടിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് VP സുഹറയുടെ ഒറ്റയാൾ പോരാട്ടം പ്രസക്തമാവുന്നത്. ആ വാർത്തയോടെ നമ്മൾ തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ഇനിയും ഇതെനിക്ക് കാണാൻ പറ്റില്ല, കാരണം അത്രമാത്രം തീവ്രമാണ് ഈ വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മരണം വരെ നിരാഹാരം കിടക്കാൻ തീരുമാനിച്ചത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. മുസ്ലിം സ്ത്രീകളുടെ ജീവിത പരിഷ്കരണത്തിനായി പടപൊരുതാൻ VP സുഹറ. പാർലമെന്റിന് മുന്നിൽ നിരാഹാര സമരമിരിക്കും. പിന്തുടർച്ച അവകാശവും ലിംഗനീതിയും ഭേദഗതി ചെയ്യണമെന്ന നിർദ്ദേശം. നടപടി ഉണ്ടായില്ലെങ്കിൽ വരും തലമുറകൾക്കായി ആത്മഹത്യ ചെയ്യുമെന്ന് സുഹറ. മുസ്ലിം സ്ത്രീകൾ നേരിടുന്നത് കൊടും ക്രൂരതയെന്നും VP സുഹറ ന്യൂസ് 18നോട്. ഇസ്രയേലി തലസ്ഥാനമായ ടെൽ അവീവിൽ 3 ബസ്സുകളിൽ സ്ഫോടന പരമ്പര. ഭീകരാക്രമണമെന്ന് സംശയിക്കുന്നതായി ഇസ്രയേൽ. സ്ഫോടനങ്ങൾ ഹമാസ് ബന്ദികളെ കൊലപ്പെടുത്തിയതിൽ ദുഃഖാചരണം നടക്കുമ്പോൾ ഗാസ ഏറ്റെടുക്കാനുള്ള അമേരിക്കൻ പദ്ധതി ചർച്ച ചെയ്യാൻ ഇന്ന് അറബ് രാജ്യങ്ങളുടെ യോഗം. പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും മുൻപ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി BJP. സുരേന്ദ്രൻ തുടരട്ടെ എന്ന നിലപാടിൽ പ്രകാശ് ജാവ്ദേക്കറും പ്രഹ്ലാദ് ജോഷിയും. പുതിയ പ്രസിഡന്റ് വന്നാൽ പാർട്ടിക്ക് മുന്നേറ്റമുണ്ടാകുമെന്ന് സുരേന്ദ്രൻ വിരുദ്ധ ചേരി. സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ ആശമാരുടെ സമരം 12ാം ദിവസം. മഹാസംഗമത്തിന് പിന്നാലെ പിന്തുണയുമായി നിരവധി സംഘടനകൾ. സമരക്കാരുമായി ആരോഗ്യമന്ത്രി വീണ്ടും ചർച്ച നടത്തിയേക്കും. സമരത്തിന് സ്വീകാര്യത വർദ്ധിക്കുന്നത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷം. മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. ശ്വാസകോശ അണുബാധ കുറഞ്ഞു. സഹപ്രവർത്തകരുമായി മാർപ്പാപ്പ സംസാരിച്ചെന്നും വത്തിക്കാൻ. കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിലെ കൂട്ട ആത്മഹത്യയിൽ അന്വേഷണം. മരിച്ചത് അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണർ മനീഷ് വിജയും കുടുംബവും. മരണം പുറത്തറിഞ്ഞത് സഹപ്രവർത്തകർ അന്വേഷിച്ചെത്തിയപ്പോൾ. അതിരപ്പള്ളിയിലെ കൊമ്പന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയില്ല. ആന സാധാരണ നിലയിലാകാൻ സാധ്യത 30% മാത്രം. 1.5 മാസത്തോളം ചികിത്സ വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ. SFI സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് സമാപനം. പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കും. K അനുശ്രീ സംസ്ഥാന സെക്രട്ടറിയാവാൻ സാധ്യത. ശശി തരൂരിന് പിന്തുണയുമായി കോൺഗ്രസ് ഗ്രൂപ്പുകളിലെ അസംതൃപ്തർ. നീക്കം തരൂർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാവുന്നു എന്ന സൂചനകൾക്ക് പിന്നാലെ മുതിർന്ന നേതാക്കളുടെ വിമർശനം അതിരുകടന്നെന്ന അഭിപ്രായം. തരൂരിന്റെ ഓഫീസിലേക്കുള്ള മാർച്ചിനെ ചൊല്ലി യൂത്ത് കോൺഗ്രസിലും 2 അഭിപ്രായം.
ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. ഇന്ന് ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ മത്സരം. ഇസ്ലാമിലെ പിന്തുടർച്ചാവകാശ നിയമങ്ങൾ ഭേദഗതി ചെയ്തില്ലെങ്കിൽ പാർലമെന്റിന് മുന്നിൽ ആത്മഹത്യ ചെയ്യുമെന്ന് സാമൂഹ്യ പ്രവർത്തക VP സുഹ്റ. പലവട്ടം നേതാക്കന്മാർക്കും നിയമവ്യവസ്ഥിതിക്ക് മുന്നിലും കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടും നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിൽ പാർലമെന്റിന് മുന്നിൽ നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ് VP സുഹ്റ. അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വരും തലമുറയിലെ സ്ത്രീകൾക്ക് വേണ്ടിയെങ്കിലും താൻ ആത്മഹത്യ ചെയ്യുമെന്നും മുസ്ലിം സ്ത്രീകൾ നേരിടുന്നത് അതിക്രൂരമായ അവസ്ഥയെന്നും സുഹ്റ പറഞ്ഞു. ഇനിയും ഇതെനിക്ക് കാണാൻ പറ്റില്ല, കാരണം അത്രമാത്രം തീവ്രമാണ് ഈ വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മരണം വരെ നിരാഹാരം കിടക്കാൻ തീരുമാനിച്ചത്. വർഷങ്ങളോളം മുസ്ലിം സ്ത്രീകൾക്കും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി സംസാരിച്ച ധീരവനിത. മതപണ്ഡിതന്മാരുടെ വിചിത്ര പ്രസ്താവനകൾക്കും നിലപാടിനുമെതിരെ എന്നും ആഞ്ഞടിച്ച ശബ്ദം. എന്നാൽ സ്വന്തം ജീവിതം തന്നെ ഇന്ന് ബലിയർപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ VP സുഹ്റയ്ക്ക്, അല്ലെങ്കിൽ സുഹ്റയിലൂടെ ഒരു കൂട്ടം മുസ്ലിം സ്ത്രീകൾക്ക് ഒന്നടങ്കം പറയാനുണ്ട്. ഒരായുഷ്കാലം മുഴുവൻ അവർ നേരിടേണ്ടി വരുന്ന കടുത്ത അനീതിയുടെയും വിവേചനത്തിന്റെയും കഥകൾ. മുസ്ലിം സ്ത്രീകൾ വീടിനുള്ളിൽ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് ഉപദേശിക്കുന്ന പണ്ഡിതരെ ആ പെൺമക്കളുടെ ഉപ്പയോ ഭർത്താവോ മരണപ്പെട്ടാൽ പിന്നെ അവരുടെ ജീവിതം എന്താണെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഒരു പുരുഷനോ പിന്തുടർച്ചാവകാശത്തിൽ ഒരു പുരുഷന് ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് പകുതിയേ കിട്ടുന്നുള്ളൂ. ഒറ്റ മകളാണെങ്കിൽ ആ ബാപ്പ ഉണ്ടാക്കിയ സ്വത്തിൽ പകുതിയേ കിട്ടുന്നുള്ളൂ. ഈ പകുതി ബാപ്പാൻ്റെ ജ്യേഷ്ഠന്മാരോ അഞ്ചന്മാരോ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകാം. അതും പുരുഷന്മാർക്ക് മാത്രമേ കിട്ടുള്ളൂ, പെങ്ങളാണെങ്കിൽ കിട്ടൂല. എല്ലാ മതങ്ങളും കാലാനുസൃതമായി നിയമങ്ങൾ മാറ്റിയെഴുതി. എന്നിട്ടും ഇസ്ലാം മതം മാത്രം മാറി ചിന്തിക്കാത്തത് എന്തുകൊണ്ട്? ഇസ്ലാം മതത്തിലെ മുസ്ലിം വ്യക്തി നിയമം മാത്രം മാറ്റാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? ഇത് മത യാഥാസ്ഥിതികരെ കൊണ്ട് വോട്ട് ബാങ്ക് കളിക്കാണ് ഇവരൊക്കെ. ഇപ്പോൾ മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവർ പൊരുതി തന്നെ നേടിയതാണ്. എന്നാൽ പിന്തുടർച്ചാവകാശത്തിൽ ചീഫ് ജസ്റ്റിസിനടക്കം കത്തയച്ചു. കേരളത്തിലെ MLA-മാരെയും MP-മാരെയും വിഷയം അറിയിച്ചു. എന്നിട്ടും എവിടെ അവകാശങ്ങളും നീതിയുമെന്നാണ് VP സുഹ്റയ്ക്ക് ചോദിക്കാനുള്ളത്. 23-ാം തീയതി മുതൽ പാർലമെന്റിനു മുന്നിൽ നിരാഹാര സമരമിരിക്കും. എന്നിട്ടും നടപടിയിൽ മെല്ലെപ്പോക്കാണെങ്കിൽ ആത്മഹത്യ എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സുഹ്റ. സുഹ്റയുടെ ഈ തീരുമാനം ഇന്ത്യയിലെ 9 കോടിയോളം വരുന്ന മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയാണ്. ഇനി ജനിക്കാനിരിക്കുന്ന പെൺകുഞ്ഞുങ്ങൾക്കും സഹോദരിമാർക്കും വേണ്ടിയാണ്. വിമർശിക്കുന്നതിന് മുൻപ് ഒന്നു മാത്രം ചിന്തിക്കുക. നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ പെൺമക്കൾ, നിങ്ങളുടെ സഹോദരിമാർ ഇവരൊക്കെ എങ്ങനെ ജീവിക്കും? ഈ ക്രൂരത ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത്. അത്രമാത്രമാണ് ഇവർക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ന്യൂസ് ഡെസ്കിൽ നിന്ന് ആയിഷത്തുൽ ഷംന ചേർന്നു. ഷംന, ഒരു ജീവിതത്തിന്റെ നല്ലൊരു പങ്ക് മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിനായി, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ നല്ല ജീവിതത്തിനായി ഉറക്കെ ഒച്ചവെച്ച ഒരാളാണ് VP സുഹ്റ. അവസാനം ഈ ഏറ്റവും ഒടുവിൽ സഹികെട്ട് ആ പിന്തുടർച്ചാവകാശം ഉൾപ്പെടെ സ്ത്രീകൾ നേരിടുന്ന അനീതിക്കെതിരെ തൻ്റെ ജീവൻ കൊടുക്കാൻ തയ്യാറാണെന്ന് വെറുതെ പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഡൽഹിയിലേക്ക് പോവുകയാണ്. വളരെ ചുരുക്കമായിട്ടേ നമുക്ക് പറയുന്നത് പ്രവർത്തിക്കുന്ന സ്ത്രീകളെയൊക്കെ കാണാൻ കഴിയുകയുള്ളൂ. അത് അവർ തൻ്റെ സമരവുമായി ഡൽഹിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? ഷംന ഒരുപാട് നേരം അവരുമായി സംസാരിച്ചല്ലോ. എന്താണ് VP സുഹ്റ വിശദമാക്കുന്നത്? ശ്രീജ, ഇന്നലെ രാത്രി തന്നെ സുഹ്റ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. 23-ാം തീയതി മുതലാണ് അവർ സമരമിരിക്കുന്നത്. ചൂണ്ടിക്കാട്ടുന്ന പ്രധാന വിഷയം ഈ പിന്തുടർച്ച അവകാശം തന്നെയാണ്. കാരണം ഇസ്ലാം മതത്തിൽ അല്ലെങ്കിൽ വിശ്വാസപ്രകാരം ഒരു പെൺകുട്ടിക്ക് തൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയൊക്കെ സ്വത്തിൽ 1/3 അവകാശം മാത്രമേ ഉള്ളൂ. ബാക്കി സ്വത്തിന് ഇതുപോലെ സഹോദരങ്ങളാണെങ്കിൽ പകുതിയിലധികം സ്വത്ത് സഹോദരങ്ങൾക്കായിരിക്കും. ഇനി ഒരു പക്ഷേ സഹോദരങ്ങളില്ലെങ്കിൽ ഈ മക്കൾക്ക്, അതായത് ഒരു ഉപ്പയ്ക്ക് പെൺമക്കൾ മാത്രമാണ്, സഹോദരങ്ങൾ ഇല്ല എങ്കിൽ ഈ ഉപ്പയുടെ ജ്യേഷ്ഠാനിയന്മാർക്ക് അല്ലെങ്കിൽ ജ്യേഷ്ഠാനിയന്മാരുടെ മക്കൾക്കാണ് ആ സ്വത്ത് പോകുന്നത്. പക്ഷേ അപ്പോഴും ഈ പെൺകുട്ടികൾ എങ്ങനെ ജീവിക്കുന്നു എന്നത് ആരും അന്വേഷിക്കാറില്ല. പിന്നീട് പലപ്പോഴും എല്ലാവരും പറയും കുടുംബം അവരെ ചേർത്ത് നിർത്തുമെന്നൊക്കെ പറയും. പക്ഷെ അത് എത്രമാത്രം നടക്കുന്നുണ്ട് എന്ന് ആരും പിന്നീട് ചിന്തിക്കാറില്ല. കാരണം ഈ 1/3 സ്വത്തവകാശം മാത്രം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ പലപ്പോഴും അതുപോലും നിഷേധിക്കപ്പെടുന്ന കുടുംബങ്ങൾ പോലുമുണ്ട്. അപ്പോൾ തീർത്തും ഇവർ അനാഥ
അനാഥരായി അല്ലെങ്കിൽ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഈ മുസ്ലിം നേതാക്കളും അല്ലെങ്കിൽ മതപണ്ഡിതരൊക്കെ പലപ്പോഴായി പല ഘട്ടങ്ങളിലായി തുറന്ന് പറയുന്ന അല്ലെങ്കിൽ ചില വിചിത്ര പ്രസ്താവനകളുണ്ട്. മുസ്ലിം സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിലെ മറ്റ് ഉന്നത നിരയിലേക്ക് വരുന്നതിനെ കുറിച്ചിട്ടൊക്കെ പലപ്പോഴായി വിചിത്ര പ്രസ്താവനകളൊക്കെ ഇറക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ജോലിക്ക് പോകരുത്, മുസ്ലിം സ്ത്രീകൾ പുറത്തു പോകരുത് എന്നൊക്കെ പറയുന്നവർ ഇവരുടെ വാപ്പയോ അല്ലെങ്കിൽ ഇവരുടെ ഭർത്താവൊക്കെ മരിച്ചാൽ ഈ സ്ത്രീകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവർ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, പിന്നീട് അവർ പെരുവഴിയിലാവുന്നുണ്ടോ എന്നതൊന്നും പിന്നീട് ഈ നേതാക്കളോ അല്ലെങ്കിൽ ഈ മതപണ്ഡിതരോ ഒന്നും ചിന്തിക്കാറില്ല. എന്തിന് പലപ്പോഴും മറ്റടുത്ത ബന്ധുക്കൾ പോലും ചിന്തിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് വ്യക്തിപരമായി പോലും ചില അനുഭവങ്ങൾ കാണുകയും പലപ്പോഴും നമുക്കറിയാം ഈ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു കോണിൽ അത്തരം ഒരു സംഭവം ഉണ്ടായാൽ പലപ്പോഴും അത് നമ്മൾ അറിയണമെന്നില്ല അല്ലെങ്കിൽ നമ്മളെ ബാധിക്കാറില്ല. പക്ഷേ പലപ്പോഴും വ്യക്തിപരമായി പോലും അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യപ്പെടുന്നതും അല്ലെങ്കിൽ സംസാരിക്കേണ്ടത് ഒരു ആവശ്യമാണെന്ന് തിരിച്ചറിയപ്പെടുന്നതും. അങ്ങനെ ചില അടുത്ത ബന്ധുക്കൾക്ക് ചുറ്റുപാടിലും ഇത്തരം സംഭവങ്ങൾ നേരിട്ട് കണ്ട ഒരാൾ കൂടിയാണ് VP സുഹ്റ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞ് അങ്ങനെയാണ് ഈ പിന്തുടർച്ച അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഉറച്ചു തീരുമാനിക്കുന്നത്. അത് സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസിന് അവർ കത്തയച്ചിരുന്നു. അപ്പോഴും ഈ പ്രശ്നങ്ങൾ ഇത് നേരത്തെ മുതൽ ഉള്ളത് തന്നെയാണ്. മറ്റ് അഡ്വക്കേറ്റുമായി ബന്ധപ്പെടുക, അങ്ങനെ മുന്നോട്ട് പോവുക എന്നാണ് ചീഫ് ജസ്റ്റിസ് അവരെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം കേരളത്തിൽ നിന്നുള്ള എല്ലാ MLA-മാർക്കും MP-മാർക്കും ഇവർ കത്തയച്ചിരുന്നു. പ്രിയങ്ക ഗാന്ധിക്കടക്കം കത്തയച്ചിരുന്നു. പക്ഷേ അതിലൊക്കെ ഒരു മെല്ലെപ്പോക്ക് അല്ലെങ്കിൽ കൃത്യമായ ഒരു മറുപടി അവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പാർലമെന്റിന് മുമ്പിൽ പോയി ഇരുന്ന് സമരം ചെയ്യുക എന്നൊരു ഘട്ടത്തിലേക്ക് എത്തുന്നത്. കാരണം ഈ വിഷയം അതീവ ഗുരുതരമുള്ള അല്ലെങ്കിൽ അത്രയ്ക്കും ക്രൂരത അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. കാരണം മുസ്ലിം സ്ത്രീകൾ അവരുടെ പലപ്പോഴായി അവരുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പിന്തുടർച്ച അവകാശത്തിൽ മാത്രം അത് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ എത്ര സംസാരിച്ചിട്ടും അതിൽ നടപടി ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഈ മുസ്ലിം സ്ത്രീകൾ പിന്നീട് എങ്ങനെ ജീവിക്കുന്നു, വിധവയായാൽ ഇപ്പോൾ ഇന്നലെ അടക്കം നമ്മളൊരു മതനേതാവിൻ്റെ പ്രസ്താവന കേട്ടതാണ്. വിധവയായ ഒരു സ്ത്രീ ഒരു യാത്ര പോയതിന് അടക്കം വിമർശിച്ച് രംഗത്തെത്തിയ നേതാക്കളൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ ചിന്തിക്കുന്നുണ്ടോ, ഈ സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. മറ്റ് ഈ തുല്യതയും മറ്റ് കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്ന വിഷയമാണ്. പക്ഷെ അടിയന്തരമായി ഈ ഒരു വിഷയം പിന്തുടർച്ച അവകാശം അത് ഉറപ്പാക്കണം, ആ നിയമത്തിൽ ഭേദഗതി ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ മറ്റ് മതങ്ങളിൽ, അതായത് ഈ ഹിന്ദു മതത്തിൽ, ക്രിസ്ത്യൻ മതത്തിലൊക്കെ ഇത്തരം ചില നിയമങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കാത്ത തരത്തിലുള്ള നിയമങ്ങളുണ്ടായിരുന്നു. പക്ഷെ കാലം മാറിയതിനനുസരിച്ച് ഇന്നത്തെ കാലത്ത് ഇതൊന്നും പോസിബിൾ അല്ല എന്ന തിരിച്ചറിവിൽ ആ നിയമങ്ങളൊക്കെ മാറ്റി എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം മതം മാത്രം ഇപ്പോഴും സ്ത്രീകളെ ഒരു മുറിക്കുള്ളിൽ അടച്ചിടുന്ന അല്ലെങ്കിൽ അവർക്ക് അത്തരം അവകാശങ്ങൾ വേണ്ട എന്നൊക്കെ തുറന്നടിക്കുന്ന നേതാക്കന്മാരൊക്കെയാണ്. ഈ പലപ്പോഴും ഇസ്ലാം മതത്തിൻ്റെ നിയമങ്ങൾ മാത്രം മാറ്റി എഴുതപ്പെടുന്നില്ല. അതിന് കാരണം ഏതോ ഒരു കാലത്ത് മതത്തിനെക്കുറിച്ച് അജ്ഞരായവർ, മതത്തെക്കുറിച്ച് പൂർണ്ണമായും അറിയാത്തവർ ആണുങ്ങൾക്ക് വേണ്ടി, പുരുഷന്മാർക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ട ഒരു നിയമമാണ് ഇസ്ലാം മതത്തിലെ നിയമങ്ങൾ എന്നാണ് VP സുഹ്റ തുറന്നടിക്കുന്നത്. അതാണ് അവർ ആവർത്തിക്കുന്നതും. കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ട് പലപ്പോഴും സ്ത്രീകളെ ഉയർത്തിക്കാട്ടുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ വളരെ സ്ത്രീകൾക്ക് എല്ലാ അവകാശങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു മതമാണ് ഇസ്ലാം. പക്ഷേ ഈ ഇസ്ലാം മതത്തിൻ്റെ നിയമങ്ങൾ മാത്രം പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട് ഈ പറയുന്ന ഖുറാനിൽ പറയുന്ന സ്ത്രീവചനങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ കൂടെ നിൽക്കുന്ന സമീപനം അതെന്തുകൊണ്ട് നിയമങ്ങളിൽ വരുമ്പോൾ മാത്രം അല്ലെങ്കിൽ സമൂഹത്തിൽ വരുമ്പോൾ മാത്രം സ്ത്രീകൾക്ക് കിട്ടുന്നില്ല? അതിന് കാരണം ഈ മതനേതാക്കളാണ്. പക്ഷേ ഇതിലൊരു മാറ്റം വരാത്തതിന് പ്രധാന കാരണം വോട്ട് ബാങ്ക് കൂടിയാണ്. അതാണ് ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. മറ്റ് മതങ്ങളിലൊക്കെ ഒരു നവീകരണത്തിനൊക്കെ അവർ തയ്യാറെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മുസ്ലിം മത നിയമങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പിന്തുടർച്ചാവകാശം പോലുള്ള നിയമങ്ങളിൽ മാറ്റം വരാത്തത്? അതിന് കാരണം വോട്ട് ബാങ്ക് ആണ് എന്നൊരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നുണ്ട് സുഹ്റ. അത് രാഷ്ട്രീയപരമായി ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഡൽഹിയിലെത്തുമ്പോൾ അവർക്ക് പിന്തുണയുമായി മറ്റ് സംഘടനകളോ അങ്ങനെ എന്തെങ്കിലും ഒരു പിന്തുണയുണ്ടോ? അതോ ജീവിതത്തിലുടനീളം സുഹ്റ നടത്തിയ ഈ ഒറ്റയാൾ പോരാട്ടം തന്നെയാണോ ഡൽഹിയിലും?
തീർച്ചയായും ശ്രീജ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ സുഹറയെ നമുക്കറിയാം, കാലങ്ങളായി വർഷങ്ങളായി മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ശബ്ദമാണ്. അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്കൊപ്പം അവർ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യത്തിനും VP സുഹറ എന്ന ആ ഒരു പ്രവർത്തകയുടെ, സാമൂഹ്യ പ്രവർത്തകയുടെ വലിയ ശബ്ദം അതിന് പിന്നിലുണ്ടായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് തുടരുന്നത്. കാരണം സുഹറ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, പാർലമെന്റിന് മുന്നിൽ പോയി സമരമിരിക്കും, എന്നിട്ടും കേട്ടില്ലെങ്കിൽ വരും തലമുറയിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയെങ്കിലും അല്ലെങ്കിൽ ഇനി ജനിക്കാനിരിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയെങ്കിലും തൻ്റെ ജീവിതം ബലിയർപ്പിക്കും, അവിടെ പാർലമെന്റിന് മുന്നിൽ ആത്മഹത്യ ചെയ്യും. അതാണ് എടുത്തു പറയുന്നത്. മറ്റൊരു കാര്യം, ഈ സുഹറയ്ക്ക് പിന്തുണയുമായി സ്ത്രീ സംഘടനകൾ ഉണ്ട് ഒപ്പം. പക്ഷേ എങ്കിൽ പോലും ഇത് തുറന്നു പറയേണ്ട, എപ്പോഴും മുസ്ലിം മതത്തിലെ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെയൊക്കെ അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് വേണ്ടി സംസാരിക്കേണ്ട ഒരു സംഘടന കൂടിയാണ് മുസ്ലിം ലീഗ്. പക്ഷേ പലപ്പോഴും അവരത് മിണ്ടുന്നില്ല. അല്ലെങ്കിൽ ഈ സംസ്ഥയുടെ നേതാക്കളോ മറ്റോ അവരുടെ പലപ്പോഴായിട്ടുള്ള നിലപാടുകൾ, വിചിത്ര പ്രസ്താവനകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. പക്ഷെ അപ്പോഴൊന്നും അതിനെ തിരുത്താനോ അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക് വേണ്ടി ഒപ്പം നിൽക്കാനോ ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ശ്രമിക്കാത്തത് വോട്ട് ബാങ്ക് എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. കാരണം ഈ മുസ്ലിം സ്ത്രീകൾക്കെതിരെ പറയുമ്പോൾ, സ്ത്രീകൾക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ ഈ സംസ്ഥയും അല്ലെങ്കിൽ ഇതുപോലെ പല ഘട്ടത്തിലായി വിചിത്ര പ്രസ്താവനകൾ ഇറക്കിയ നേതാക്കന്മാരൊക്കെ ആ പാർട്ടിക്കാർക്ക്, ആ രാഷ്ട്രീയക്കാർക്ക് എതിരെ തിരിയാനുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ വോട്ടിൻ്റെ വലിയൊരു ശതമാനം കുറയുമെന്ന് അവർക്ക് പേടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടാത്തത്, അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ ഈ വിഷയത്തിൽ ഇടപെടാത്തത് ഈ വോട്ടിനെ പേടിച്ച് മാത്രമാണ് എന്നാണ്. ഇടപെടുന്നില്ലെന്ന് മാത്രമല്ല, ഈ അടുത്ത് നമ്മൾ കേട്ടത് Q18 അഭിമുഖത്തിൽ, അപർണയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ PMA സലാമും PK ഫിറോസും പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഈ വിഷയത്തിൽ സ്ത്രീകൾ തുല്യത എന്ന് പറയുന്നത് അതൊരു പ്രകൃതി വിരുദ്ധമായ എന്തോ ആണെന്നാണ് അവർ പറഞ്ഞു വെച്ചിരുന്നത്. അപ്പോൾ ആ സമയത്താണ് സുഹറയുടെ ഈ ഒറ്റയാൾ പോരാട്ടം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും സുഹറയുടെ ഈ പോരാട്ടത്തിന് ഏതൊക്കെ ഭാഗത്തു നിന്ന് പിന്തുണ കിട്ടും, ആരൊക്കെ ഒച്ച ഉയർത്തി കൂടെ നിൽക്കാൻ തയ്യാറാവുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കാരണം സുഹറ സംസാരിക്കുന്നത് ഒരു വലിയ വിഭാഗം സ്ത്രീകൾക്ക് വേണ്ടിയാണ്, അവർ ഭരണഘടനാപരമായി അർഹിക്കുന്ന തുല്യതയ്ക്ക് വേണ്ടിയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്നലെ രാത്രി VP സുഹറ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. 23 മുതലായിരിക്കും ഡൽഹിയിൽ അവരുടെ സമരം തുടങ്ങുന്നത്. VP സുഹറയോട് നേരിട്ട് സംസാരിച്ച ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. BJP സംസ്ഥാന അധ്യക്ഷൻ ആരാകും? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഓരോ ദിവസവും ഇന്ന് പ്രഖ്യാപനം ഉണ്ടാവും, നാളെ പ്രഖ്യാപനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ആ വിഷയത്തിൽ K സുരേന്ദ്രൻ തുടരുമെന്ന സാധ്യത നിലനിൽക്കെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ് പാർട്ടി കേന്ദ്ര നേതൃത്വം. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയും കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും സുരേന്ദ്രൻ തുടരുന്നതിന് അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. 5 വർഷത്തെ കാലാവധി ഔദ്യോഗികമായി പിന്നിട്ടതിനാൽ സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ സജീവമായി തന്നെയുണ്ട്. സുരേന്ദ്രൻ മാറിയാൽ സംസ്ഥാനത്ത് BJP കൂടുതൽ ശക്തിപ്പെടുമെന്ന് സുരേന്ദ്രന്റെ വിരുദ്ധ ചേരിയിലുള്ളവർ അവകാശപ്പെടുന്നു. രാജീവ് ചന്ദ്രശേഖർ, MT രമേശ്, ശോഭ സുരേന്ദ്രൻ എന്നീ പേരുകളും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. VV വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഇതിൽ സുരേന്ദ്രൻ തുടരുമോ അതോ ഈ 3 പേരിൽ ഒരാൾ വരുമോ? ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ വാർത്തയിൽ ഏറ്റവും പ്രധാനമായ കാര്യം സംസ്ഥാനത്തെ സാഹചര്യം കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയിരിക്കുന്നു എന്നതാണ്. അവർക്ക് ഇപ്പോൾ അവരുടെ മുന്നിൽ എത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിലേത് ഘടകത്തിനായിരിക്കും കൂടുതൽ മുൻതൂക്കം വരിക? ശ്രീജ, സംസ്ഥാന അധ്യക്ഷനെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വമുണ്ട്. പക്ഷേ അത് ദേശീയ അധ്യക്ഷന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ നടപടികൾ നീണ്ടുപോകുന്നത് കൊണ്ടെന്നുള്ളൊരു വിശദീകരണമാണ് വരുന്നത്. എന്നാലും 19ഓളം സംസ്ഥാനങ്ങളിൽ സംസ്ഥാന അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ച ശേഷം മാത്രമേ ദേശീയ അധ്യക്ഷന്റെ തീരുമാനത്തിലേക്ക് പോകാൻ കഴിയൂ. ഏതാണ്ട് 10ലധികം സംസ്ഥാനങ്ങളിൽ ഇതിനകം തന്നെ അധ്യക്ഷന്മാരെ നിശ്ചയിച്ചു കഴിഞ്ഞു. കേരളമടക്കം മറ്റ് ചില സംസ്ഥാനങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അവിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ സുരേന്ദ്രന്റെ സാധ്യത, അത് 5 വർഷമാകുന്നു, 3 വർഷ ടേമാണ്. ഈ 2 വർഷം
ഒരു ടേമായി കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സുരേന്ദ്രന് ഒരുപക്ഷെ വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ അല്ലെങ്കിൽ തുടരാൻ കഴിയും എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് വിലയിരുത്തപ്പെടുന്നു. മാത്രമല്ല കേന്ദ്ര നേതൃത്വം പല കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിൽ പ്രധാനം വോട്ട് വിഹിതത്തിന്റെ ഒരു വർധനയാണ്. കേരളത്തിൽ 5% വരെ ആയിരുന്ന 5%, 6% വരെ ആയിരുന്ന BJPയുടെ വോട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 20%-നടുത്തേക്ക് എത്തുന്നുണ്ട്. ക്രമാനുഗതമായി വോട്ട് വളർച്ച ഉണ്ടാകുന്നുണ്ട്. ഇത് മുരളീധരന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു പ്രവണതയാണ്. അത് സുരേന്ദ്രനിലേക്ക് എത്തുമ്പോൾ അതിന് വേഗം കൂടുന്നു. വോട്ട് ഷെയറിൽ കേരളത്തിൽ BJP മുന്നോട്ട് വരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണുന്നു. മാത്രമല്ല തൃശൂരിലെ BJPയുടെ വിജയം, തദ്ദേശ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയിച്ചു വരാൻ കഴിഞ്ഞ ഒരു സാഹചര്യം, അസംബ്ലി സീറ്റുകളിൽ വലിയ വോട്ട് ഷെയറിൽ ഉണ്ടാകുന്ന വർധന, മാത്രമല്ല പല സീറ്റുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ BJP ഒന്നാമതെത്തിയ സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് മാത്രം തന്നെ 3 മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാകട്ടെ 4 മണ്ഡലങ്ങളിലാണ് അങ്ങനെ ഒന്നാമത് എത്തിയത്. അങ്ങനെ BJPക്ക് ഒരു വളർച്ച ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിന്റെ ഒരു ടെമ്പോ നിലനിർത്തുന്നതിന് സുരേന്ദ്രൻ തുടരട്ടെ എന്നൊരു വികാരം പങ്കുവെക്കുന്നവരുണ്ട്. പക്ഷേ സുരേന്ദ്ര വിരുദ്ധ ചേരി അതിശക്തമാണ്. കാരണം ഒരു വശത്ത് കൃഷ്ണദാസ് പക്ഷം നിൽക്കുന്നു, മറുവശത്ത് ശോഭ ഒറ്റയാൾ പോരാട്ടമാണെങ്കിൽ കൂടി അവരോടൊപ്പം കുറേയധികം അണികളുണ്ട്. മറുവശത്ത് രാജീവ് ചന്ദ്രശേഖരനെ പോലെ പുതിയ ശക്തികൾ സംസ്ഥാനത്ത് വളർന്നു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. വി മുരളീധരനാകട്ടെ പഴയതുപോലെ സുരേന്ദ്രനുമായി അടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യമില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നോക്കുമ്പോൾ സുരേന്ദ്രന് അനുകൂലമായി നിൽക്കുന്നവരുടെ എണ്ണം കുറവാണ്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ സുരേന്ദ്രനുമായി അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് അവർ അവരുടെ ഒരു വാദം ഉന്നയിക്കുന്നത്. സുരേന്ദ്രൻ മാറിയാലും BJPക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാലാകാലങ്ങളിലായി BJPക്ക് സംസ്ഥാന അധ്യക്ഷന്മാർ മാറിയെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അകന്നു നിൽക്കുന്ന ആളുകൾ കൂടുതൽ പാർട്ടിയിലേക്ക് അടുത്തു വരണമെങ്കിൽ സുരേന്ദ്രൻ മാറണം എന്ന ഒരു ആവശ്യം ഇവർ ഉന്നയിക്കുന്നത്. വ്യക്തിപരമായുള്ള പ്രശ്നങ്ങൾ പോലും ഇതിൽ ഉണ്ട്. അവിടെ ഇനി ആര്, സുരേന്ദ്രൻ മാറിയാൽ പിന്നെ എന്ത്, ആര് എന്നൊരു ചർച്ചയാണ് കൂടുതൽ വീണ്ടും ഒരു വശത്ത് സജീവമായി വരുന്നത്. അങ്ങനെയെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എത്തുമോ, അല്ലെങ്കിൽ MD രമേശ് സീനിയറായിട്ടുള്ള നേതാവാണ്, അങ്ങനെ ഗ്രൂപ്പ് കൃഷ്ണദാസ് പക്ഷമായി നിൽക്കുന്നെങ്കിലും മറ്റുള്ളവരുമായി വലിയ തർക്കത്തിനോ പരസ്യമായ പോരിനോ തുറന്ന പോരിനോ കൊമ്പ് കോർക്കലിനോ ഒന്നും പോകാത്ത ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തെ ഉൾക്കൊണ്ടാൽ അദ്ദേഹം ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന് പോലും പറയാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു സ്വഭാവ വിശേഷമുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നൊരാവശ്യം ഒരു കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നതാണ്. പാർട്ടിക്ക് വേണ്ടി എപ്പോഴും ആർജവത്തോടെ നിൽക്കുന്ന ഒരു വനിതാ നേതാവാണ്. മാത്രമല്ല വനിതാ പ്രാതിനിധ്യം പാർട്ടി പരിഗണിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഒന്നാമത്തെ പേരായി വരാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രന്റേതായിരിക്കും. രാജീവ് ചന്ദ്രശേഖരന്റെ പേര് സജീവമായുണ്ട്. അദ്ദേഹം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് കേരള രാഷ്ട്രീയത്തിൽ സജീവമായി എത്തുന്നത്. പക്ഷേ വി മുരളീധര കൃഷ്ണദാസ് പക്ഷങ്ങളെ ഒപ്പം കൂട്ടിയാൽ താഴെത്തട്ടിലെ പ്രവർത്തകരുമായുള്ള പരിചയക്കുറവ് അത് മറികടക്കാൻ കഴിയുമെന്ന് രാജീവിനൊപ്പമുള്ളവർ കരുതുകയും ചെയ്യുന്നു. ആ നിലയ്ക്കുള്ള ചർച്ചകൾ സജീവമാകുന്നുണ്ട്. ഏതായിരുന്നാലും സുരേന്ദ്രന്റെ പേരിന് കൂടുതൽ പ്രാമുഖ്യം വരുന്നുണ്ട്. കാരണം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കൾ, കേരള പ്രഭാരി അടക്കമുള്ള ആളുകൾ, അവരെല്ലാം തന്നെ സുരേന്ദ്രന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അവർ കാണുന്ന ഒരു കാര്യം ഇതാണ്, വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്ന ഒരു കാര്യം, വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട് എന്ന കാര്യം. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ തുടരട്ടെ എന്നൊരു വികാരം കേന്ദ്ര നേതൃത്വം പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് മുന്നിലേക്ക് പല സമ്മർദ്ദങ്ങൾ എത്തുന്നുണ്ട്. സുരേന്ദ്രന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിന്റെ സമീപനം പലപ്പോഴും ഏകപക്ഷീയമാണ്. മറ്റുള്ളവരെ കേൾക്കുന്ന ഒരു രീതിയില്ല. ഒരു സൗഹാർദ്ദപരമായല്ല അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് എന്നതടക്കമുള്ള പല ആരോപണങ്ങൾ, ആക്ഷേപങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ ഒഴിവാക്കണം എന്നതടക്കമുള്ള ആവശ്യം ഒരു വശത്ത് ശക്തമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. TV വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. എന്തായാലും BJPയുടെ പുതിയ അധ്യക്ഷൻ ആരാകണം എന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു തീരുമാനം അധികം വൈകാതെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഇനി കോൺഗ്രസിലേക്ക് വന്നാൽ തരൂരാണ് അവിടെ താരം. തരൂരിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് കരുതിയെങ്കിലും ഇന്നലെ VD സതീശൻ വീണ്ടും ഒരു പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും തരൂർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാവുന്നു എന്ന സൂചനകളാണ് മൊത്തത്തിൽ കിട്ടുന്നത്. അങ്ങനെയുള്ള സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെ ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിച്ച് ഇരു ഗ്രൂപ്പുകളിലെയും അസംതൃപ്തർ. മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ വിമർശനം അതിര് കടന്നെന്നും തരൂരിനെ രാഷ്ട്രീയമായി തേജോവധം ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ഒക്കെ വിമർശനം ഉയരുന്നുണ്ട്. അതേസമയം ശശി തരൂരിന്റെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാൻ നടത്തിയ നീക്കത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനിടയിലും ഭിന്നത പുകയുന്നുണ്ട്.
ലേഖന വിവാദം അവസാനിപ്പിക്കാൻ ഹൈക്കമാൻഡ് നേതൃത്വം നേരിട്ടിടപെടുകയും രാഹുൽ ഗാന്ധി നീണ്ട ഇടവേളയ്ക്ക് ശേഷം ശശി തരൂരുമായി ചർച്ച നടത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് തരൂരിനെ പിന്തുണച്ച് കോൺഗ്രസ് നേതൃനിരയിലെ ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. UDF കൺവീനർ കൂടിയായ MM ഹസൻ പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ശശി തരൂരിനെതിരെ നടത്തിയ പരസ്യ വിമർശനം നേതൃത്വത്തിലെ ഒരു പ്രമുഖന് വേണ്ടിയാണെന്നാണ് തരൂർ പക്ഷത്തിന്റെ വിലയിരുത്തൽ. ഇതിന് പിന്നിലെ ആസൂത്രിത നീക്കം ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായാണ് സൂചന. അതേസമയം സംസ്ഥാന കോൺഗ്രസ് നേതൃനിരയിലെ ഒരു വിഭാഗം തന്നെ അവഗണിക്കുകയാണെന്ന ശശി തരൂരിന്റെ പരാതിയിൽ രാഹുൽ ഗാന്ധി തന്നെ ഇടപെടൽ നടത്തിയതായാണ് വിവരം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ തരൂരിനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാക്കുന്നതിനുള്ള നീക്കം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായേക്കുമെന്നാണ് വിവരം. അതിനിടെ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പേജിൽ ശശി തരൂർ ഇട്ട പോസ്റ്റ് പിൻവലിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്താൻ നീക്കം നടത്തിയിരുന്നു. സംഭവം വിവാദമായതോടെ KPCC നേതൃത്വം ഇടപെട്ടാണ് ഇത് തടഞ്ഞത്. മുതിർന്ന നേതാക്കളുടെ അറിവോടെയാണ് MP ഓഫീസിലേക്ക് മാർച്ചിന് ആഹ്വാനം ചെയ്തതെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിലെ തരൂർ അനുകൂലികൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ദിനപത്രത്തിലെ വിവാദ ലേഖനത്തിലെ കണക്കുകൾ ശരിയാണെന്ന നിലപാടിൽ ശശി തരൂർ ഉറച്ചു നിൽക്കുകയും സംസ്ഥാനത്തെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ലേഖനത്തിലെ പരാമർശങ്ങൾക്കെതിരെ പരസ്യ നിലപാട് തുടരുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഹൈക്കമാൻഡിന്റെ തുടർ നീക്കങ്ങൾ എന്താകുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം ഇന്ന് 12ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 12 ദിവസമായി രാപ്പകലില്ലാതെ സെക്രട്ടേറിയറ്റ് നടയിൽ വെയിലും ചൂടുമൊക്കെ ഏറ്റ് ആശമാർ സമരത്തിലാണ്. ഇന്നലെ അവരുടെ വലിയൊരു പ്രതിഷേധ മഹാസംഗമം നടന്നു. അതിന് പിന്നാലെ ആശമാർക്ക് പിന്തുണയുമായി നിരവധി സംഘടനകൾ രംഗത്തെത്തുന്നുണ്ട്. അതേസമയം സമരസമിതി ഭാരവാഹികളുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ്ടും ചർച്ച നടത്തിയേക്കുമെന്നാണ് സൂചന. VV വിനോദ് തന്നെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനോദ്, ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇന്നലെ നടന്ന മഹാസംഗമം. ആ മഹാസംഗമത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് വളരെ ന്യായമായ ആവശ്യങ്ങളാണ് എന്നൊരു പ്രതീതി എന്തായാലും സമൂഹത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. ഇതിനോടൊപ്പമാണ് ഈ PSC അംഗങ്ങളുടെ ശമ്പള വർധനയും ഇന്നലെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ ശമ്പള വർധനയും ഒക്കെ വരുമ്പോൾ ഇവർ വളരെ തുച്ഛമായ ശമ്പള വർധനയും കാര്യങ്ങളും ചോദിക്കുന്നു. അവിടെ സർക്കാർ പക്ഷപാതപരമായി നിലപാടെടുക്കുന്നു എന്ന വലിയ ആരോപണം വരുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയമായി പ്രതിപക്ഷം മാറ്റുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് സർക്കാരിനുണ്ടെങ്കിൽ ഒരു ഇടപെടൽ ഉണ്ടാവില്ലേ? ശ്രീജ, ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ഐഷത്തുൽ ഷംനയുടെ റിപ്പോർട്ടാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്. ഹെഡ്സെറ്റ് വയ്ക്കുന്നത് കൊണ്ട് തന്നെ നേരത്തെ BJP വാർത്ത പറയുന്നതിന് മുമ്പ് ആദ്യം കേൾക്കാൻ കഴിഞ്ഞത് ഷംനയുടെ റിപ്പോർട്ടിംഗ് ആയിരുന്നു. വളരെ മനോഹരമായിട്ടാണ് ഷംന ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ജൂനിയറായ ഒരു മാധ്യമ പ്രവർത്തകയാണ്. പക്ഷേ എത്രമാത്രം പ്രാധാന്യത്തോടെയാണ്, ഗൌരവത്തോടെയാണ് ആ വിഷയത്തെ സമീപിക്കുന്നതെന്ന് ഈ ഹെഡ്സെറ്റിലൂടെ ഞാൻ കേൾക്കുകയായിരുന്നു. ഷംന പറഞ്ഞത് സ്ത്രീകൾ നേരിടുന്ന, ഒരു കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ചാണ്. അതിലേക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്. ഈ ആശമാരുടെ സമരവുമായി നമുക്കതിനെ ചേർത്ത് വയ്ക്കാം. കാരണം മറ്റൊരു തരത്തിൽ ഒരു കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നമാണ് ആശാ വർക്കർമാർ എന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുന്നവർ 12ാം ദിവസത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഈ വെയിൽ, ചൂട്, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തത്ര തരത്തിൽ ഈ ഫെബ്രുവരിയിൽ തന്നെ ചൂടിന്റെ അവസ്ഥ മാറുകയാണ്. തലസ്ഥാനമൊക്കെ വലിയ രീതിയിൽ വെന്തുരുകുകയാണ്. ആ സമയത്താണ് ഈ കാറിന് മുന്നിൽ ഇരുന്ന് അവർ 12ാം ദിവസത്തിലേക്ക് അവരെ സമരം കൊണ്ടുപോകുന്നത്. ഇത് വലിയ ശമ്പളം വാങ്ങുന്ന ആളുകളോ അല്ലെങ്കിൽ ലക്ഷാധിപതികളോ ആയിട്ടുള്ള ആളുകളോ വലിയ ബിസിനസ് നടത്തി അവരുടെ ആ തുകയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആളുകളോ ഒന്നുമല്ല. തുച്ഛമായ പൈസയ്ക്ക് വേണ്ടിയാണ്. 7000 രൂപയാണ് അവർക്ക് ഓണറേറിയമായി സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നത്. ഏതാണ്ട് 3000ഓളം രൂപ കേന്ദ്ര വിഹിതമായി കിട്ടുന്നുണ്ട്. മറ്റ് ആനുകളെല്ലാം ചേർത്ത് 12,500 രൂപയോ 13,000 രൂപയോ കിട്ടുന്ന ആളുകളാണ്. പലരും സാധാരണ വീടുകളിൽ നിന്ന് വരുന്നതാണ്. 250 രൂപയിൽ താഴെ ശരാശരി വരുമാനം ആണ് പലർക്കും കിട്ടുന്നത്. അവർ അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ സത്യത്തിൽ വേദന തോന്നുന്നുണ്ട്. ഈ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അത് സംസ്ഥാനത്തിന്റെ പ്രശ്നമാണോ കേന്ദ്രത്തിന്റെ പ്രശ്നമാണോ
എന്നൊക്കെയുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ കേന്ദ്രവിഹിതം കിട്ടുന്നില്ല എന്ന കാര്യം സംസ്ഥാനം പറയുന്നുണ്ട്. ഏതായിരുന്നാലും അവർക്ക് കിട്ടാനുള്ള തുക കിട്ടുന്നില്ല എന്നതൊരു വസ്തുതാപരമായ കാര്യമാണ്. 3 മാസമായി അവർക്ക് ഈ വേതനം നിഷേധിക്കപ്പെടുന്നുണ്ട്. അവരുടെ വിരമിക്കൽ ആനുകൂല്യം കൃത്യമായി ലഭിക്കുന്നില്ല. മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് തൊഴിലവകാശങ്ങളായി ലഭിക്കേണ്ട ഒരു കാര്യവും കൃത്യമായി ലഭിക്കുന്നില്ല എന്ന ഒരു കാര്യം. മാത്രമല്ല, മന്ത്രിക്കെതിരെ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വലിയ പരാതിയാണ്. വീണ ജോർജിനെതിരെ അവർ ഉന്നയിക്കുന്നത് മന്ത്രിയുടെ സമീപനം ശരിയല്ല, കാണാൻ പോലും കൂട്ടാക്കുന്നില്ല, ചർച്ചകളിൽ അധിക്ഷേപ സ്വരമുണ്ടാകുന്നു, അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ആശാവർക്കർമാർ പറയുന്നത്. മാത്രമല്ല, ഒരു വശത്ത് ഈ സംസ്ഥാന സർക്കാർ പ്രതിസന്ധി പറയുമ്പോൾ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളത്തിൽ വലിയ വർധനയാണ് വരുന്നത്. കെ വി തോമസിന്റെ യാത്രാപ്പടി 11.5 ലക്ഷം രൂപ ആക്കുന്നു. അത് ഒരു വശത്ത് നടക്കുന്നുണ്ട്. PSC മെമ്പർമാരുടെ ശമ്പളം ഏതാണ്ട് 3 ലക്ഷത്തിന് അടുത്താക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയോ മറ്റ് മാനദണ്ഡങ്ങളോ ഒന്നുമില്ല, രാഷ്ട്രീയ നിയമനങ്ങളാണ്. അങ്ങനെ വരുന്ന ആളുകൾക്ക് 3 ലക്ഷം രൂപയും അതിന്റെ പകുതി പെൻഷനുമായി കൊടുക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ, അവരുടെ സ്റ്റാഫ്, ചെയർമാൻ, കാറ്, വീട്, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും കൊടുക്കുമ്പോഴാണ് 26,000-ഓളം പേർ വരുന്ന ഈ ആശാവർക്കർമാരുടെ പ്രാധാന്യം കൂടി നമ്മൾ കാണണം. കോവിഡ് കാലത്തൊക്കെ വളരെ സജീവമായി നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ച ആളുകളാണ്. ആരോഗ്യവകുപ്പിന് അന്ന് ആ സമയത്ത് പേരെന്തെങ്കിലും എടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ പറയുന്നത് പോലെ അന്തർദേശീയ തലത്തിൽ പുരസ്കാരം ലഭിച്ചു എന്നൊക്കെ നമ്മൾ വലിയ വായിൽ ആഘോഷിക്കുമ്പോൾ അതിന് ഈ താഴെ തട്ടിലെ പാവങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടതുകൂടി ഓർക്കേണ്ടതുണ്ട് എന്ന ഒരു കാര്യമുണ്ട്. ആ വസ്തുതയൊന്നും മാറ്റിവെച്ച് ഒരു ആരോഗ്യവകുപ്പിനും ഒരു സർക്കാരിനും 1-ാം നമ്പർ ആകാൻ കഴിയില്ല. അങ്ങനെയുള്ള തിളക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ആവശ്യങ്ങൾ, ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ച് അവരുടെ സമരം ഒത്തുതീർപ്പാക്കുക എന്നൊരു കാര്യം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കടംപിടുത്തം പിടിക്കുന്നത്? അല്ലെങ്കിൽ ആ ഫണ്ട് സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും താഴെത്തട്ടിൽ, പോലീസിന്റെ പ്രവർത്തനമാണ് സർക്കാരിന്റെ മുഖമെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ബാധകമാണ്. ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, കുറ്റകൃത്യങ്ങൾ തടയാൻ, അതിനൊക്കെ തന്നെ ഒരു സർക്കാരിന്റെ പ്രതിച്ഛായ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് പോലീസാണ്, അല്ലെങ്കിൽ അവിടുത്തെ സൈന്യമാണ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് സാധാരണ ജനങ്ങൾക്ക് രോഗമുണ്ടാകാതെ അവർക്ക് താഴെത്തട്ടിൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും സർവേ നടത്തുകയും അവിടുത്തെ വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള കുത്തിവയ്പ്പുകൾ, ഈ കാര്യങ്ങളിലെല്ലാം സജീവമായി ഇടപെടുന്ന ആളുകളാണ് ആശാവർക്കർമാർ. ഒരു ജനസമൂഹം ആരോഗ്യത്തോടുകൂടി ജീവിക്കണമെങ്കിൽ ഇവരുടെ പ്രവർത്തനം വളരെ വലിയ ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ആളുകളെ തെരുവിൽ കിടത്തുക, ദിവസങ്ങളോളം അവർ വെയിൽ കൊള്ളുക, ഈ രാപകലില്ലാതെ അവർ സമരം ചെയ്യുക, ആ ഒരു അവസ്ഥ കഷ്ടമാണ്. അതിന് മാറ്റമുണ്ടാകേണ്ട ആവശ്യവുമുണ്ട്. ശ്രീജ, തീർച്ചയായും ആരോഗ്യമന്ത്രി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുമോ എന്നത് തന്നെയാണ് അറിയേണ്ടത്. ഇന്നലെ ആരോഗ്യമന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, എപ്പോൾ വേണമെങ്കിലും ഞാൻ അവരോട് സംസാരിക്കാൻ തയ്യാറാണ്, പക്ഷേ സർക്കാരിന് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല, കേരള സർക്കാരാണ് ഏറ്റവും നല്ല രീതിയിൽ ശമ്പളം കൊടുക്കുന്നത് എന്നൊക്കെയാണ് ആരോഗ്യമന്ത്രിയുടെ വാദങ്ങൾ. അതിനപ്പുറത്തേക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ഇവർക്ക് വേണ്ടി ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരിക്കൽ കൂടി തയ്യാറാകുമോ, അവരുടെ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് അറിയേണ്ടത്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാവും. കേരളത്തിന്റെ വ്യവസായ കുതിപ്പിന് ആഗോള നിക്ഷേപകരുടെയും വ്യവസായികളുടെയും പിന്തുണയും നിക്ഷേപവും ലക്ഷ്യമിട്ടുള്ള ഉച്ചകോടി ഇന്ന് രാവിലെ 10 മണിക്ക് ബോൾഗാട്ടി ലുലു കൺവെൻഷൻ സെന്ററിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകോടിയിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളും പങ്കെടുക്കും. 2 ദിവസത്തെ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്കാണ് ഇന്ന് തുടക്കമാവുക. കേരളത്തിന്റെ വ്യവസായ വളർച്ചയ്ക്ക് മുൻഗണന നൽകുന്ന വിവിധ മേഖലകളിലെ സാധ്യതകൾ അന്വേഷിച്ച് വിദേശ പ്രതിനിധികളടക്കം 3000 പേർ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് അറിയിച്ചു. ഗ്ലോബൽ ബിസിനസ് അവസരങ്ങൾക്കൊപ്പം കേരളത്തിന് മുന്നേറാനുള്ള സാധ്യതകളെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർക്ക് അടുത്തറിയാൻ അവസരമൊരുക്കുന്നതായിരിക്കും ഉച്ചകോടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ആയിരിക്കും അവസാന ദിവസം ഉണ്ടാവുക. ഓരോ സെക്ടർ വൈസ് മീറ്റിംഗ് കഴിയുമ്പോഴും അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഞങ്ങൾ മാപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലുള്ള 1000 കോടിക്ക് മുകളിലുള്ളവർ ഇനി എത്ര ഇൻവെസ്റ്റ് ചെയ്യും, ടേൺ ഓവർ ഉള്ളവർ 500 കോടിക്കും 1000-നിടയിൽ ടേൺ ഓവർ ഉള്ളവർ എത്ര ഇൻവെസ്റ്റ് ചെയ്യും, അങ്ങനെ ഓരോ മേഖലയിൽ നിന്നും നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഓരോ യാത്രയിലും മാപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള പ്രപ്പോസലുകൾ കൂടിയുണ്ട്. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള ഒരു ഡിക്ലറേഷൻ നമുക്ക് അന്ന് നടത്താൻ കഴിയും. അത് റിയലിസ്റ്റിക് ആയിട്ടുള്ളതായിരിക്കും പ്രധാനം.
ഒരു ഭാഗം ചിലപ്പോൾ ചില കണ്ടീഷൻ, ഇപ്പോൾ ലാൻഡ് കൺവേർഷന്റെ പല പ്രശ്നങ്ങളുള്ളതുണ്ടാവും. അത് പ്രത്യേകം തന്നെ നമ്മൾ മാർക്ക് ചെയ്തു പോകുന്നുണ്ട്. നേരെ നമുക്ക് തുടങ്ങാൻ കഴിയാവുന്ന മട്ടിൽ പെട്ടെന്ന് അനുമതി കൊടുക്കാൻ കഴിയാവുന്ന അതും മാർക്ക് ചെയ്യുന്നുണ്ട്. സുസ്ഥിര സാങ്കേതിക വിദ്യകൾ, ആരോഗ്യമേഖലയിലെ നവീകരണം, തന്ത്രപ്രധാന വ്യവസായങ്ങൾ, മാരിടൈം മേഖലയിലെ സാധ്യതകൾ തുടങ്ങിയവ ഉച്ചകോടിയിൽ ചർച്ചയാകും. കപ്പൽ നിർമ്മാണം, പ്രാദേശിക തൊഴിലവസരങ്ങളും നൈപുണ്യം വർദ്ധിപ്പിക്കൽ, നിക്ഷേപം ആകർഷിക്കൽ, ചെറിയ ബോട്ടുകളുടെയും വലിയ ഇലക്ട്രിക് കപ്പലുകളുടെയും നിർമ്മാണം തുടങ്ങിയ സാധ്യതകളും സമ്മിറ്റിൽ ചർച്ച ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടകനാകുന്ന ചടങ്ങിൽ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൌധരി, കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി തുടങ്ങിയവർ പങ്കെടുക്കും. നിതിൻ ഗഡ്കരി ഓൺലൈനായിട്ടായിരിക്കും ചടങ്ങിൽ പങ്കെടുക്കുക. ഇതിനു പുറമെ UAE സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തുക് അൽമാരി, ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ അദേൽ ഫക്രു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ MA യൂസഫ് അലി, CII പ്രസിഡന്റ് സഞ്ജീവ് പുരി, അദാനി പോർട്സ് MD കരൺ അദാനി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് 18 കൊച്ചി. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ വലിയൊരു പരിപാടിയുമായാണ് സംസ്ഥാന സർക്കാർ എത്തുന്നത്. എന്തൊക്കെയാണ് ഈ ഉച്ചകോടിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്? അതിനുള്ള ഒരുക്കങ്ങൾ അവിടെ എത്രത്തോളമായി? ശ്രീജ, കേരളത്തിൻ്റെ നിക്ഷേപ മേഖലയിലേക്ക്, വാണിജ്യ വ്യവസായ മേഖലയ്ക്ക് കൂടുതൽ ഉണർവേകുന്ന പദ്ധതികൾ ചർച്ച ചെയ്യാൻ നിക്ഷേപകരുടെയും അതുപോലെ തന്നെ വ്യവസായികളുടെയും ഒരു മീറ്റാണ് ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റുമായി കേരളം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ്, അതുതന്നെയാണ് വ്യവസായ മന്ത്രി മുന്നോട്ട് വെച്ചതും. നിക്ഷേപത്തിന് സാധ്യതയുള്ള കേരളത്തിന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന സാധ്യതകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഈ സമ്മിറ്റിൽ ചർച്ചയാക്കും. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, ജയന്ത് ചൌധരി, അതുപോലെ തന്നെ നിതിൻ ഗഡ്കരി തുടങ്ങിയവരൊക്കെ പങ്കെടുക്കും. നിതിൻ ഗഡ്കരി ഓൺലൈനായിട്ടായിരിക്കും പങ്കെടുക്കുക. ചടങ്ങിന് 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അതുപോലെ ബഹ്റൈൻ വാണിജ്യമന്ത്രി തുടങ്ങിയ വിദേശ മന്ത്രിമാരൊക്കെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. വിദേശ ഇൻവെസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. 3000-ഓളം ഇൻവെസ്റ്റേഴ്സ് ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കേരളത്തിന് മുന്നോട്ട് പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന സംരംഭകത്വം ഉൾപ്പെടെയുള്ള മേഖലകൾ ഏതൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യുകയും അതിൽ എത്രത്തോളം ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കാൻ കഴിയും, എത്രത്തോളം അവരെ ആകർഷിക്കാൻ കഴിയും എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലോബൽ സമ്മിറ്റ്, ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് നടത്തുന്നത്. ആ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് കേരളത്തിൻ്റെ വ്യവസായ മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് നൽകുക, വ്യവസായ മേഖലയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്. അത്തരത്തിലാണ് വ്യവസായ മന്ത്രി അത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിൻ്റെ ഒരുക്കങ്ങളുണ്ട്. ലുലുവിൻ്റെ ബോൾഗാട്ടിയിൽ വെച്ചിട്ടാണ് ഇന്ന് 10 മണിക്ക് ഇനാഗുറേഷൻ നടക്കുന്നത്. മുഖ്യമന്ത്രി ഇനാഗുറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി ചടങ്ങിൽ പങ്കെടുക്കും. ഇത്തരത്തിൽ ഇങ്ങനെ മുന്നോട്ട് വയ്ക്കുന്ന ഇതിൽ ഉൾപ്പെടെ മാരിടൈം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിൽ പ്രത്യേകിച്ചും ചെറുകിട ബോട്ടും അതുപോലെ തന്നെ വൻകിട ഇലക്ട്രിക് കപ്പൽ ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ചും വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അതിന് വലിയ സാധ്യതയാണ് കാണുന്നത് എന്നുള്ള തരത്തിൽ ആണ് അതിനെ നിരീക്ഷിക്കുന്നതെന്നാണ് വ്യവസായ മന്ത്രി കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞതും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അതായത് കേരളത്തിന് ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന സംരംഭക മേഖലകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ ചേർത്ത് വെച്ചിട്ടായിരിക്കും ഈ സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്. അങ്ങനെയാണ്. എന്നാലും 10 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. ശ്രീജ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിക്ക് ഇന്ന് കൊച്ചിയിൽ തുടക്കമാവുമ്പോൾ സംരംഭക മേഖലയിൽ, വ്യവസായ വാണിജ്യ മേഖലയിലൊക്കെ കേരളത്തിന് എത്ര ദൂരം മുന്നോട്ട് പോകാൻ കഴിയും, അതിനുള്ള സാഹചര്യങ്ങൾ എത്രത്തോളമുണ്ട്, ആ സാഹചര്യങ്ങൾ ലോകത്തിന് മുൻപിൽ മുന്നോട്ട് വയ്ക്കുക, തിരിച്ച് കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുക, ഇങ്ങനെ വലിയ ലക്ഷ്യങ്ങളോടൊക്കെയാണ് ഈ ഉച്ചകോടി ഇന്ന് കൊച്ചിയിൽ തുടങ്ങുന്നത്. പക്ഷേ അങ്ങനെ സംരംഭകരെ ക്ഷണിക്കാൻ വ്യവസായ ഉച്ചകോടി കൊച്ചിയിൽ നടക്കുമ്പോൾ സർക്കാരിൻ്റെ ഒരു കരാറിൽ ഏർപ്പെട്ടെന്ന കാരണത്താൽ ഒരു മുൻ പ്രവാസി ആലപ്പുഴയിൽ ജപ്തി ഭീഷണി നേരിടുകയാണ്. സപ്ലൈകോ ഔട്ട്ലെറ്റിന് സ്വന്തം കെട്ടിടം വാടകയ്ക്ക് നൽകിയ ഷിഹാബ് കുളവേലിൽ എന്ന വ്യക്തിയാണ് ഒടുക്കം കടക്കണിയിലായത്.
വാടക നൽകുന്നില്ലെന്ന് മാത്രമല്ല കരാർ കാലാവധി പൂർത്തിയായിട്ടും കെട്ടിടം ഒഴിഞ്ഞു നൽകില്ല എന്ന ധാർഷ്ട്യ നിലപാട് വകുപ്പ് എടുത്തതോടെ വായ്പാ തിരിച്ചടവ് തന്നെ മുടങ്ങി. കെട്ടിടത്തിൽ കഴിഞ്ഞ ദിവസം ബാങ്ക് ജപ്തി നോട്ടീസ് പതിപ്പിച്ചു. ഇതോടെ ഒടിഞ്ഞ കാലുമായി പൊതുനിരത്തിൽ സമരത്തിലിരിക്കുകയാണ് ഷിഹാബ്. ഇത് മണ്ണഞ്ചേരി പഞ്ചായത്ത് 2ാം വാർഡ് സ്വദേശി ഷിഹാബ്. ദീർഘകാലം പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതത്തിന്റെ ഒരായുസിന്റെ അധ്വാനം കൊണ്ട് അദ്ദേഹം ഈ കാണുന്ന സ്ഥലം വാങ്ങി. 20 ലക്ഷം വായ്പയെടുത്ത് കെട്ടിടം പണിതു. 9 വർഷം മുമ്പ് തന്റെ പുത്തൻ കെട്ടിടം സപ്ലൈകോ ഔട്ട്ലെറ്റിനായി ഷിഹാബ് വാടകയ്ക്ക് നൽകി. വാടക പൈസ കൊണ്ട് വായ്പാ തിരിച്ചടവ് നടക്കുമെന്ന കണക്കുകൂട്ടലിൽ മുന്നോട്ട്. എന്നാൽ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. 26,650 രൂപ പ്രതിമാസ വാടക സപ്ലൈകോ നൽകാതായതോടെ തിരിച്ചടവ് മുടങ്ങി. കഴിഞ്ഞ ദിവസം സ്വകാര്യ ബാങ്ക് കെട്ടിടത്തിനുമേൽ ജപ്തി നോട്ടീസും പതിപ്പിച്ചു. ഇതോടെ കടം വീട്ടാനായി ഈ മനുഷ്യൻ ഒടിഞ്ഞ കാലുമായി സപ്ലൈകോ ഓഫീസുകളിൽ കയറിയിറങ്ങുകയാണ്. മാസമായി കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നതാണ്. ഈ RM ഓഫീസിൽ ചെന്നിട്ട് അവിടെ ഈ 6 മാസമായിട്ട് ഈ കമ്മിറ്റി കൂടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ബാധ്യതയും ഈ RRും എല്ലാം കൂടെ ആയിട്ട് ഞാനിത് എന്ത് ചെയ്യണം? എനിക്കിപ്പം ആത്മഹത്യാ വക്കിലേക്ക് ഞാൻ എത്തി നിൽക്കുകയാണ്. ഈ വാടക ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാടകയുടെ പറയുന്നത് എന്താണ്? വാടകയുടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, ഡിപ്പോ മാനേജരുമായിട്ട് സംസാരിക്കാൻ. ഔട്ട്ലെറ്റിൽ വന്നാൽ ഡിപ്പോ മാനേജറെ വിളിക്കാൻ പറയും. ഡിപ്പോ മാനേജർ എറണാകുളം ഫിനാൻസ് ഓഫീസിൽ ബന്ധപ്പെടാൻ നിർദ്ദേശിക്കും. ഒടുവിൽ തിരുവനന്തപുരത്ത് നിന്ന് പണം നൽകാൻ നിർവാഹമില്ലെന്ന മറുപടി. ഗതികെട്ട് ഷിഹാബ് ഇപ്പോൾ സ്വന്തം സ്ഥാപനത്തിന് മുന്നിൽ അന്യനെ പോലെ നീതിക്കായി കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ്. ആദ്യഘട്ടം മുതലൊക്കെ കറക്റ്റായിട്ട് വന്നുകൊണ്ടിരുന്നതായിരുന്നു. ഈ 2 വർഷമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ വാടകയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഔട്ട്ലെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഔട്ട്ലെറ്റ് മാനേജർ പറയുന്നത് ഇതുമായിട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല, ഡിപ്പോ മാനേജരുമായിട്ട് വിളിക്കാൻ പറയും. ഡിപ്പോ മാനേജർ പറയുന്നത് ഫിനാൻസുമായിട്ട് എറണാകുളത്ത് ഫിനാൻസ് വിളിക്കാൻ പറയും. അവിടെ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾക്ക് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല, അത് കാരണം വാടകയുടേത് ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിക്കാണ് പറയുന്നത്. കഴിഞ്ഞ ജനുവരി 18-ന് സപ്ലൈകോയുമായുള്ള വാടക കരാർ അവസാനിച്ചു. ഇതോടെ ഒഴിഞ്ഞു നൽകണമെന്ന നോട്ടീസ് ഷിഹാബ് നൽകി. വാടക കുടിശ്ശിക നൽകിയില്ലെന്ന് മാത്രമല്ല, കാലാവധി കഴിഞ്ഞ് തുടരുന്ന ഈ സമയത്തെ വാടക നൽകാൻ കഴിയില്ല എന്ന ധാർഷ്ട്യം കൂടിയായിരുന്നു വകുപ്പിന്റെ മറുപടി. പൂർണ്ണമായി കിട്ടാതെയായിട്ട് ഇപ്പം 4 മാസമായി. ഈ എഗ്രിമെന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ 1 മാസത്തെ വാടക അതും ഇവർക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ലെന്നാണ് എറണാകുളത്ത് കഴിഞ്ഞ ഈ 18-ാം തീയതി. ഇപ്പോൾ ഈ കെട്ടിടം ഇവിടെ പ്രവർത്തിക്കുന്നത് എഗ്രിമെന്റ് ഇല്ലാതെയാണ്. കെട്ടിടം പൂട്ടാൻ നോക്കിയപ്പോൾ അതിക്രമിച്ചു കയറിയെന്ന കള്ളക്കേസിൽ കൊടുക്കാനും ശ്രമമുണ്ടായി. ഇപ്പോൾ ബാങ്കിലെ ജപ്തി നോട്ടീസിന് പുറമെ കെട്ടിട നികുതി അടക്കാൻ കഴിയാത്തതിന് പഞ്ചായത്തിന്റെയും ലേബർ ഓഫീസിൽ നിന്ന് 50,000 രൂപയുടെയും റവന്യൂ റിക്കവറി നോട്ടീസുകൾ വന്നു കഴിഞ്ഞു. സ്വന്തം കെട്ടിടത്തിന്റെ ഉടമയായിട്ടും മറ്റാർക്കും വാടകയ്ക്ക് പോലും കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുരുക്കിയിട്ടിരിക്കുകയാണ് സപ്ലൈകോ ഷിഹാബിനെ. അതും നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി അധികാരത്തിന്റെയും സർക്കാരിന്റെയും ഒറ്റ ഹുങ്കിന്മേൽ. ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ ഞാൻ ഇതേപോലെ തന്നെ അവതരിപ്പിച്ചു. പക്ഷേ അവിടുന്ന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫോർവേഡും അവിടുന്ന് ചെയ്തു തരുന്നില്ല. അപ്പൊ നാളെ ഞാൻ കുടുംബമായിട്ട് ഇവിടെ വന്നിരിക്കാം. ഈസി ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്ത് ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അങ്ങനെ അഭിമാനം കൊള്ളുന്നവർ സർക്കാരുമായി സംരംഭത്തിലേർപ്പെട്ട ഈ പ്രവാസി വ്യവസായിയുടെ ഗതികേട് കൂടി ഒന്ന് കാണണം. ഒടിഞ്ഞ കാലുമായി കടം കയറി മുടിഞ്ഞ് അദ്ദേഹത്തിന് സമരം ചെയ്യേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചതിന് പിന്നിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ മാത്രമാണ്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശരണ്യ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ശരണ്യ, നമ്മൾ ഒരു സൈഡിൽ വലിയ
നിക്ഷേപക സംഗമവും സംരംഭക സംഗമവും ഒക്കെ ആഗോള ഉച്ചകോടിയൊക്കെ സംഘടിപ്പിക്കുമ്പോഴാണ് ഒരു പാവം മനുഷ്യൻ സ്വന്തം കെട്ടിടം വാടകയ്ക്ക് കൊടുത്ത് അതിൻ്റെ വാടകയുമില്ല, ഇപ്പോൾ കെട്ടിടവുമില്ല എന്ന അവസ്ഥയിലെത്തി ഇങ്ങനെ ഒരു ദുരിത സാഹചര്യത്തിലിരുന്ന് സമരം ചെയ്യേണ്ടി വരുന്നത്. ഇദ്ദേഹത്തിന് കിട്ടുന്ന മറുപടികൾ വെച്ച് ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാനാണ് സാധ്യത? എവിടെ നിന്നാണ് ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടത്? ആ ഇടപെടൽ എത്ര ദൂരെയാണ്? ശ്രീജ, അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം പ്രവാസ ജീവിതത്തിന് ശേഷം തിരികെ എത്തി തൻ്റെ ഉണ്ടായിരുന്ന ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്ന സമ്പാദ്യം കൊണ്ടാണ് അദ്ദേഹം മണ്ണഞ്ചേരി ജംഗ്ഷനിൽ ആ ഒരു സ്ഥലവും അതിനെ തുടർന്ന് 20 ലക്ഷം രൂപ വായ്പ എടുത്തുകൊണ്ട് ആ കെട്ടിടവും നിർമ്മിച്ചത്. 1650 സ്ക്വയർ ഫീറ്റിന് മേളിലാണ് ഈ കെട്ടിടം ഉണ്ടായിരുന്നത്. ആ കെട്ടിടം നിർമ്മാണം കഴിഞ്ഞ ഉടൻ തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റിനായി 9 വർഷം മുമ്പ് അദ്ദേഹം ഈ കെട്ടിടം വാടകയ്ക്ക് നൽകുകയായിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ പണം കൃത്യമായി നൽകിയിരുന്ന സപ്ലൈകോ പിന്നീട് ഈ പണം നൽകുന്നതിൽ വിമുഖത കാണിക്കുകയായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും തിരക്കുള്ള ഔട്ട്ലെറ്റുകളിൽ ഒന്നാണ് ഈ സപ്ലൈകോയുടെ മണ്ണഞ്ചേരിയിലെ ഈ ഔട്ട്ലെറ്റ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഈ ഔട്ട്ലെറ്റിന് മുന്നിൽ ഒടിഞ്ഞ കാലുമായി അതിന് മുന്നിൽ ഒരു ബെഞ്ചിൽ വന്നിരുന്ന് പ്രതിഷേധിക്കുന്ന ഷിഹാബിനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അതായത് അദ്ദേഹത്തിന്റെ എഗ്രിമെന്റ് കാലാവധി വരെ ഈ ജനുവരിയോട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള ഈ ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്ന കാലയളവിലെ പണം പോലും നൽകില്ല എന്നുള്ള ധാർഷ്ട്യമാണ് സപ്ലൈകോയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഈ 26,650 രൂപ വെച്ച് ഏകദേശം 6 മാസത്തിന് മുകളിലായി അദ്ദേഹത്തിന് വാടക പോലും നൽകുന്നില്ല എന്നുള്ളതാണ്. വാടക നൽകാതായതോടുകൂടി അദ്ദേഹം തൻ്റെ ഔട്ട്ലെറ്റ് ഒഴിഞ്ഞു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് അദ്ദേഹം ഈ സപ്ലൈകോയ്ക്ക് നൽകി. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഔട്ട്ലെറ്റിലെത്തി അദ്ദേഹം ആ ജീവനക്കാരുമായി സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാണ്, കാല് ഒടിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ആ ജീവനക്കാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, കഴിഞ്ഞ ദിവസവും അവർ പറഞ്ഞത് എറണാകുളത്തെ ഡിപ്പോയിൽ പോകണം. ആദ്യം ഇവിടുത്തെ ഡിപ്പോ മാനേജറുമായി സംസാരിക്കാൻ പറയുന്നു. കായംകുളം സ്വദേശിയായ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ഫിനാൻസിൽ നിങ്ങൾ എറണാകുളത്ത് സപ്ലൈകോയുടെ ഓഫീസിൽ ബന്ധപ്പെടണമെന്ന് പറയുന്നു. ഒടിഞ്ഞ കാലമായി ഷിഹാബ് അവിടെ പോയി. അവിടെയും കയറി ഇറങ്ങുമ്പോൾ പറയുന്നത് ഇവിടെ നിന്നല്ല, പണമില്ല, അതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്നാണ് തരേണ്ടത്, അതെന്ന് തരുമെന്ന് അറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും ക്രൂരമായ കാര്യം, ഇപ്പോൾ ഈ ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് അനധികൃതമായാണ്. അതായത് എഗ്രിമെന്റ് കാലാവധി കഴിഞ്ഞിരിക്കുന്നു. ഈ എഗ്രിമെന്റ് കാലാവധി കഴിഞ്ഞ് പ്രവർത്തിക്കുന്ന സമയത്ത് വാടക നൽകുമോ എന്ന ചോദ്യത്തിന് അതിന് ഇവർ കൈമലർത്തി കാണിക്കുകയാണ്. അതായത് നിയമപരമായി വാടക നൽകാൻ കഴിയില്ല എന്നുള്ളൊരു മറുപടി കൂടി നൽകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ എത്രമാത്രം മോശമാണ് എന്ന് പറയുന്നത്. ഈ 15 ലക്ഷം രൂപ 20 ലക്ഷം രൂപയോളം അദ്ദേഹം വായ്പ എടുത്താണ് ആ കെട്ടിടം പണിതത്. ഈ തിരിച്ചടവ് മുടങ്ങിയതോടുകൂടി 30,000 രൂപയോളം തിരിച്ചടവുണ്ട്. ഈ തിരിച്ചടവ് മുടങ്ങിയതോടുകൂടി ഈ കഴിഞ്ഞ ദിവസം ആ കെട്ടിടത്തിന് മേൽ ജപ്തി നോട്ടീസ് പതിപ്പിച്ചു എന്നുള്ളതാണ്. അത് റവന്യൂ റിക്കവറിക്ക് വേണ്ടി ജപ്തി നോട്ടീസ് പതിപ്പിക്കുകയും ഒപ്പം തന്നെ പഞ്ചായത്ത് കരമടക്കലടക്കമുള്ള തുകകൾ ഉണ്ട്. ഒപ്പം തന്നെ ലാൻഡ് ടാക്സ് കാര്യങ്ങളും ഇതിന് മാത്രമല്ല ലേബർ ഓഫീസിലേക്ക് അടക്കേണ്ട തുകയടക്കം അദ്ദേഹത്തിന് ഒരു 50,000 രൂപയ്ക്ക് മേൽ അതും ലേബർ ഓഫീസിലേക്ക് അടക്കേണ്ട തുകയുണ്ട്. അങ്ങനെ അത്തരത്തിൽ ധാരാളം ഇടപാടുകൾ വന്നുകൊണ്ട് RRലേക്ക് റവന്യൂ ഈ കെട്ടിടം പോയി എന്നുള്ളതാണ്. അതായത് ഇനി അദ്ദേഹത്തിന് ഇതിനകത്ത് ഈ ബാധ്യതയെ മറികടന്നുകൊണ്ട് എന്തെങ്കിലും രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അദ്ദേഹത്തിന്റെ സിവിൽ സ്കോറിനെ ബാധിക്കത്തക്ക രീതിയിൽ തന്നെ അത് ഈ കാര്യങ്ങൾ, ഈ ബാധ്യത എല്ലാം തന്നെ ബാങ്കുകളിലും ഒപ്പം തന്നെ സർക്കാർ രേഖകളിലും വന്നു എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തെ ഏറ്റവും അധികം കുഴക്കുന്നത്. കാരണം ഇനി എങ്ങനെ മുന്നോട്ട് എന്നുള്ള ചോദ്യമാണ്. ഗതികെട്ടിട്ടാണ് ഈ പ്രവാസിയായിരുന്ന, ഒരു കാലത്ത് വളരെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു മനുഷ്യൻ ഗതികെട്ടിട്ടാണ് ഇപ്പോൾ സപ്ലൈകോ ഓഫീസിന് മുന്നിൽ, ഔട്ട്ലെറ്റിന് മുന്നിൽ, ആളുകളുടെ മുന്നിൽ വന്ന അന്യനെ പോലെ, സ്വന്തം കെട്ടിടത്തിന്റെ മുന്നിൽ അന്യനെ പോലെയാണ് അദ്ദേഹം ആ ഒടിഞ്ഞ കാലുമായി ഇരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് കൊച്ചിയിൽ ഏറ്റവും വലിയ വ്യവസായ കോൺക്ലേവ് നടക്കുന്ന ഒരു സമയമാണ്. സംരംഭകരെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നു. അവരുടെ സാഹചര്യം എന്താണ്? അതായത് ഇത് ഷിഹാബിന്റെ സാഹചര്യം സൂചിപ്പിച്ചാൽ അദ്ദേഹം സർക്കാരുമായി ഒരു കരാറിലേർപ്പെട്ട ഒരു സംരംഭകരാണ്. ആ സംരംഭകന്റെ സാഹചര്യം ഇതാണ് എന്നുള്ളതാണ് ഏറ്റവും ഈ സാഹചര്യങ്ങൾ നമ്മൾ അധികൃതർക്ക് മുന്നിലേക്ക് വെക്കുന്നു. സർക്കാരാണ് ഉത്തരം പറയേണ്ടത്. എത്ര വലിയ ആഘോഷപരമായി എന്ത് സംഭവം നടക്കുമ്പോൾ ഒരു പാവപ്പെട്ട സംരംഭകൻ, ഒരു പാവപ്പെട്ട പ്രവാസി സ്വന്തം കെട്ടിടത്തിന് മുന്നിൽ അന്യനെ പോലെ വന്നിരുന്ന് സമരം ചെയ്യേണ്ട, വയ്യാത്ത കാലമായി വന്ന് സമരം ചെയ്യേണ്ട അവസ്ഥയുണ്ടാക്കിയത് സർക്കാരാണെങ്കിൽ സർക്കാർ അതിന് ഉത്തരം പറഞ്ഞേ മതിയാവൂ. സർക്കാരിന് മുന്നിലേക്ക്, അധികൃതർക്ക് മുന്നിലേക്ക് ഈ വാർത്ത ന്യൂസ് 18 വയ്ക്കുകയാണ്. മറ്റ് വാർത്തകളിലേക്ക് പോകാം. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് ഈ റിപ്പോർട്ട് നൽകിയത്. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയില്ല എന്നതാണ് വിവരം. ആന സാധാരണ നിലയിലാകാൻ 30% മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ.
ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, പ്രാഥമികമായി പരിശോധന കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെയൊരു സാഹചര്യം മുന്നോട്ട് വച്ചിരുന്നു ഡോക്ടർമാർ. ദീർഘനാളത്തെ ചികിത്സ വേണ്ടിവരും, അങ്ങനെ ചികിത്സ നൽകിയാൽ പോലും തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണെന്നാണ്. ഇന്ന് ആവുമ്പോഴത്തേക്കും ഇന്നലെ ചികിത്സ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതിനോടുള്ള റെസ്പോൺസ്, ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? മിനിയാന്നാണ് ഈ ആനയെ കോടനാട് അഭയാരണ്യത്തിൽ എത്തിച്ച് ചികിത്സ നൽകി തുടങ്ങിയത്. ആഴത്തിലുള്ള മുറിവ്, 30 സെൻറ്റിമീറ്ററോളം ആഴത്തിലുള്ള മുറിവാണ് ആനയുടെ മസ്തകത്തിലുള്ളത്. അത് തുമ്പിക്കൈയിലേക്ക് അണുബാധ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മുറിവിലൂടെയാണ് ആന ശ്വസിക്കുന്നത് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശ്രമകരമായൊരു ദൗത്യമാണ് ആനയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നത്. അത്രയേറെ ആഴത്തിലുള്ള മുറിവായതുകൊണ്ട് പക്ഷേ ഡോക്ടർമാർക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോഴും 30% സാധ്യത മാത്രമേ അത് ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം ഡോക്ടർമാർ സൂചിപ്പിക്കുന്നുമുണ്ട്. മിനിയാന്നാണ് കോടനാട് അഭയാരണ്യത്തിൽ ഒരുക്കിയ പ്രത്യേക കൂട്ടിൽ ഈ ആനയ്ക്കുള്ള ചികിത്സ ആരംഭിച്ചത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഇന്നലത്തെ ദിവസം ഈ ചികിത്സ നൽകി തുടങ്ങി അതിൻ്റെ ഒരു അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നറിയേണ്ടതുണ്ട്. ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ആന ആരോഗ്യവാനല്ല, അതായത് അങ്ങേയറ്റം അൺഹെൽത്തി ആയി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് ആനയ്ക്കുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ മരുന്നിനോട് പ്രതികരിക്കണമെങ്കിൽ പോലും ആനയ്ക്ക് ആരോഗ്യം വേണം. അല്ലെങ്കിൽ ചികിത്സ ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ ആനയ്ക്ക് നല്ല ആരോഗ്യം ഉണ്ടാകണം. അതുകൊണ്ട് ആന ആരോഗ്യവാനാകുക എന്നുള്ളതാണ് ആദ്യപടി എന്നാണ് ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ആ മസ്തകത്തിലുണ്ടായ മുറിവിന് 1 അടിയോളം ആഴമുണ്ട്. അപ്പോൾ ഇതിലെ പഴുപ്പൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. അതുപോലെ വേദന സംഹാരി കൊടുത്ത ശേഷമാണ് ഈ പ്രക്രിയകളൊക്കെ ചെയ്തത്. നമുക്കറിയാം, ആനയെ മയക്കുവെടി ഏറ്റു വീണ സമയത്ത് തന്നെ ഈ ചികിത്സ തുടങ്ങിയിരുന്നു. ആ സമയത്ത് തന്നെ ഈ പഴുപ്പൊക്കെ നീക്കം ചെയ്ത് മുറിവൊക്കെ ക്ലീൻ ചെയ്ത ശേഷമാണ് ചികിത്സ തുടങ്ങിയത് തന്നെ. അങ്ങനെയാണ് പിന്നെ അഭയാരണ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ അങ്ങനെയാണ്. ഈ ഒരു അതായത് 1.5 മാസം നീളുന്ന ചികിത്സ തന്നെ ആനയ്ക്ക് വേണ്ടി വരും. ഈ 1.5 മാസത്തിനുള്ളിൽ അത് ഏത് തരത്തിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരുമെന്ന് തന്നെയാണ് ആനയെ ചികിത്സിക്കുന്ന ഡോക്ടർ എന്നുള്ള നിലയിൽ അരുൺ സഖറിയ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് അതിന് വേണ്ട, അതായത് വിദഗ്ധ ചികിത്സ നൽകുന്നുണ്ട്. മാത്രമല്ല ഇത് ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാർട്ട് തയ്യാറാക്കാറുണ്ട്. ഏത് തരത്തിൽ ചികിത്സ കൊണ്ടുപോകണം, ഏതൊക്കെ തരത്തിലുള്ള മരുന്നുകൾ നൽകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ചികിത്സാ ചാർട്ട് തന്നെ ഉണ്ടാക്കാനുണ്ട്. അതിനുശേഷമായിരിക്കും ഈ ചികിത്സയുടെ കാര്യങ്ങൾ കൂടുതൽ അതിൽ വ്യക്തത വരിക. എന്തായാലും നിലവിൽ ആനയുടെ മുറിവിലെ പഴുപ്പെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ആനയ്ക്ക് നമുക്കറിയാം മരുന്ന് വെച്ച് വിട്ടതാണ്. പക്ഷെ അത് പുഴു കയറിയതാണ് അതിൽ വലിയ പ്രശ്നമായത്. നേരത്തെ ചികിത്സിച്ച് ഈ ആന പ്ലാന്റേഷനിൽ എത്തുകയും അതിന് ചികിത്സ നൽകുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ മുറിവ് വലിയ തരത്തിൽ അത് വഷളാവുകയും പഴുപ്പ് കയറുകയും പുഴു കയറുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ്. അതിൻ്റെ മസ്തകത്തിലായതുകൊണ്ട് ഇതൊരു വലിയ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് 30% മാത്രമേ ആനയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ് ഡോക്ടർമാർ ഇപ്പോഴുള്ളത്. എന്തായാലും ആന ആരോഗ്യവാനായെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ ചികിത്സയിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 1.5 മാസമായി ആന ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അത് ശാരീരികമായി വളരെ ബുദ്ധിമുട്ടിലായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അത് നേരിടേണ്ടി വന്നിരുന്നു. ഒരുപക്ഷെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കാം. മുറിവ് അത്ര വലിയ മുറിവായതുകൊണ്ട് അതിന് വേദന കൊണ്ടോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൊണ്ടോ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും ആന ഹെൽത്തി അല്ല, അതുകൊണ്ട് മരുന്നുകളോട് റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുമില്ല. ആനയുടെ ശരീരം മരുന്നുകളോട് റിയാക്ട് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ ഇതിനകത്ത് പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വിലയിരുത്തലിലാണ് ഡോക്ടർമാർ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മറ്റു വാർത്തകളിലേക്ക്. കുട്ടനാട് സീറ്റ് NCPയിൽ നിന്ന് CPM ഏറ്റെടുക്കില്ലെന്ന് AK ശശീന്ദ്രൻ. ഇപ്പോഴത്തെ MLA ചില കാര്യങ്ങളിൽ പരാജയമായതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റേണ്ട കാര്യമുണ്ടോ എന്നും ശശീന്ദ്രൻ ചോദിച്ചു. മന്ത്രി എന്ന നിലയിൽ തനിക്കുമുണ്ട് പരാജയങ്ങൾ, ഇതൊക്കെ സമചിത്തതയോടെ മനസ്സിലാക്കുന്നവരാണ് രാഷ്ട്രീയ നേതാക്കളെന്നും AK ശശീന്ദ്രൻ Q18-ൽ പറഞ്ഞു.
CPM എല്ലാ കാലത്തും താങ്കളെ പിന്തുണച്ചിട്ടേ ഉള്ളൂ. ആ തരത്തിൽ മുഖ്യമന്ത്രിയാണെങ്കിലും ഈ കുട്ടനാട് സീറ്റ് CPM ഏറ്റെടുത്തേക്കും എന്നുള്ള വാർത്തകൾ അത് എങ്ങനെയാണ് താങ്കൾ കാണുന്നത്, NCP കാണുന്നത്? ഞാൻ കരുതുന്നില്ല. വെള്ളാപ്പള്ളി അടക്കം പറഞ്ഞത് CPM കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കണം എന്നാണ്. പക്ഷെ അങ്ങനെ ഏറ്റെടുക്കുകയില്ല CPM, അത് ചോദിക്കുകയില്ല എന്നാണ് NCP പ്രതീക്ഷിക്കുന്നത്. ശ്രീ AK ശശീന്ദ്രൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ മത്സരിച്ച് LDFിൻ്റെ ബാനറിൽ മത്സരിച്ച് ജയിച്ച 2 സീറ്റുകളിൽ നമ്മളിൽ നിന്ന് മാറ്റുന്നത് എന്തിനാ? ഇപ്പോൾ MLAയോട് ചില കാര്യങ്ങളിൽ പരാജയമായിരിക്കും, അത് വെച്ചിട്ട് അദ്ദേഹത്തെ മാറ്റുന്നത്. എല്ലാ MLAയും എല്ലാ കാര്യങ്ങളിലും വിജയമാണ്. പരാജയം എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാ MLAമാരും എല്ലാ കാര്യത്തിനും 100% വിജയമാണ്. ഞാൻ മന്ത്രി, ഞാൻ എല്ലാ കാര്യത്തിലും പരാജയമാണെന്നോ എല്ലാ കാര്യത്തിലും ജയിക്കുകയാണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഓരോ പ്രശ്നത്തിൽ ഓരോ തരത്തിലുള്ള പ്രതികരണങ്ങളും പരാജയങ്ങളും വിജയം ഉണ്ടാകും. അതൊക്കെ സമചിത്തതയോടുകൂടി കാണാനുള്ള പക്വതയാണ് സമൂഹം കാണിക്കേണ്ടത്, പരിണതപ്രജ്ഞരായ നേതാക്കൾ കാണിക്കേണ്ടത്, മതമേലധ്യക്ഷന്മാർ കാണിക്കേണ്ടതെന്ന പൊതു താല്പര്യമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. PC ചാക്കോയുടെ സേവനം NCPക്ക് ദേശീയ തലത്തിലാണ് ആവശ്യമെന്ന് ശശീന്ദ്രൻ. അതുകൊണ്ടാണ് PC ചാക്കോ രാജിവെച്ചത്. ശരത് പവാറിന് PC ചാക്കോയുടെ സാന്നിധ്യം ആവശ്യമുണ്ടല്ലാതെ കേരള ഘടകത്തിൽ ഭിന്നതയുണ്ടായിട്ടല്ല. അഭിപ്രായ വ്യത്യാസമല്ല, അഭിപ്രായമാണ് NCPയിലുള്ളത്. തോമസ് കെ തോമസും താനുമായി ഒരു ശത്രുതയുമില്ലെന്നും സഹകരണമാണ് പാർട്ടിയിലുള്ളതെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. എന്ത് ട്വിസ്റ്റ് പാർട്ടിയിലുണ്ടായി? മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഇറങ്ങിയ തോമസ് കെ തോമസ് താങ്കളും ഒരുമിച്ച് ഇപ്പോൾ നിൽക്കുന്നു, അദ്ദേഹം അധ്യക്ഷനാകുന്നു, താങ്കൾ മന്ത്രിയെ തുടർന്നു, PC ചാക്കോ രാജിവെച്ചു. നമ്മൾ തമ്മിൽ അടിപൊളി വന്നതാണ്. ഞാൻ താങ്കളോട് ഒരു കാര്യം പറഞ്ഞു, നടന്നില്ല. അതുകൊണ്ട് പിറ്റത്തെ മിനിറ്റ് തൊട്ട് നിങ്ങളെ കണ്ടാൽ മൂന്നിരിച്ച് നടക്കുക വേണ്ട. അത് നിങ്ങൾക്ക് ആ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുക. പരസ്പരം മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നതാണ് സഹകരണത്തിൻ്റെ ഞങ്ങളുടെ നിലപാട്. PC ചാക്കോ പ്രസിഡന്റ് സ്ഥാനത്ത് മാറി. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് പകരം ഇന്നലെ ബോംബെയിൽ ആ ഒരു ചർച്ചയായിരുന്നു. പകരം ഒരു സംവിധാനം ഉണ്ടാക്കാൻ അദ്ദേഹത്തെ തന്നെ ശരത് പവാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉണ്ടാക്കുന്ന സംവിധാനത്തോടൊപ്പം ചേർന്ന് നിന്ന് ഞങ്ങൾ പ്രവർത്തിക്കും. പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളല്ല, അഭിപ്രായങ്ങളാണുള്ളത്. തോമസ് കെ തോമസും AK ശശീന്ദ്രനും ഒരുമിച്ച് നിന്നപ്പോൾ PC ചാക്കോ പുറത്തായി, അതാണോ? അല്ലല്ല, അദ്ദേഹം പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യമുണ്ട്. കാരണം ഞങ്ങളുടെ പ്രസിഡന്റ് പ്രായാധിക്യവും അനാരോഗ്യവും ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം പലതവണയായി ചാക്കോയോട് ആവശ്യപ്പെടുന്നത് ഡൽഹിയിൽ വന്ന് നിൽക്കണം, ഇവിടെ നോക്കാൻ ആരുമില്ല. ചാക്കോയെ പോലെ ദേശീയ തലത്തിൽ ബന്ധമുള്ള മറ്റൊരു നേതാവില്ല. നേതാക്കന്മാരുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുമായി പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനകാലം കൊണ്ട് രാഷ്ട്രീയ പൊതുജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പൊട്ടൻഷ്യൽ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതിന് വേണ്ടിയാണ് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയിരിക്കുന്നത്. SFIയുടെ 35ാമത് സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. പൊതുചർച്ച ഇന്നും തുടരും. ചർച്ചയ്ക്കുള്ള മറുപടിക്ക് ശേഷം പുതിയ ഭാരവാഹികളെയും സംസ്ഥാന കമ്മിറ്റിയെയും തെരഞ്ഞെടുക്കും. വിദ്വേഷ പരാമർശ കേസിൽ BJP നേതാവ് PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. PC ജോർജ് നിരന്തരം ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്നതിനാൽ മുൻകൂർ ജാമ്യം നൽകില്ല എന്നതാണ് സിംഗിൾ ബഞ്ച് സ്വീകരിച്ച നിലപാട്. അല്ലെങ്കിൽ ജോർജിനോട് കീഴടങ്ങാൻ നിർദ്ദേശം നൽകുമെന്നും ഹൈക്കോടതി വാക്കാൽ വ്യക്തമാക്കിയിരുന്നു. PC ജോർജ് മുൻപും മതവിദ്വേഷം വളർത്തുന്ന തരത്തിലുള്ള കുറ്റം ചെയ്തിട്ടുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. പ്രകോപനപരമായ പരാമർശമാണ് PC ജോർജ് നടത്തിയതെന്നും മുൻകൂർ ജാമ്യം നൽകരുത് എന്നുമായിരുന്നു സർക്കാരിന്റെ വാദം. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി 530 കോടി രൂപ വായ്പയായി നൽകാൻ തീരുമാനമെടുത്ത കാര്യവും ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിലെ തീരുമാനവും കേന്ദ്ര സർക്കാർ അറിയിച്ചേക്കും. വായ്പയ്ക്ക് കോവിഡ് കാലത്ത് പോലും മൊറട്ടോറിയം മാത്രമാണ് നൽകിയതെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. പുനരധിവാസത്തിൽ കേന്ദ്ര സഹായത്തിനായി കാത്തിരിക്കരുതെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, S ഈശ്വരൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. വെടിനിർത്തൽ 3 ആഴ്ച പിന്നിടുമ്പോൾ ഇസ്രയേലിനെ നടുക്കി ടെൽ അവീവിനടുത്ത് സ്ഫോടന പരമ്പര. ബാത്യാം നഗരത്തിൽ നിർത്തിയിട്ടിരുന്ന 3 ബസ്സുകളിലാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ ആളപായമില്ല. ഭീകരാക്രമണമാണെന്ന് ഇസ്രയേൽ ആരോപിച്ചു. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ടെൽ അവീവിൽ സുരക്ഷ ശക്തമാക്കി. ബന്ദികളാക്കിയവരിൽ കൊല്ലപ്പെട്ട 4 പേരുടെ മൃതദേഹങ്ങൾ ഹമാസ് ഇസ്രയേലിന് കൈമാറിയതിന് പിന്നാലെയാണ് സ്ഫോടനങ്ങൾ.
വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ചുള്ള സംഘം നടത്തിയ ആസൂത്രിത നീക്കമെന്ന നിഗമനത്തിലാണ് ഇസ്രായേൽ ഉള്ളത്. വെസ്റ്റ് ബാങ്കിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ സൈനിക നീക്കം ഉണ്ടാവുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. അതേസമയം ഗാസ മുനമ്പിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള അമേരിക്കൻ പദ്ധതി ചർച്ച ചെയ്യുന്നതിനായി അറബ് നേതാക്കൾ ഇന്ന് സൗദി അറേബ്യയിൽ യോഗം ചേരുകയാണ്. പ്രദേശവാസികളെ സ്ഥലത്തു നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്നതിൽ പല രാജ്യങ്ങൾക്കും പ്രതിഷേധമുണ്ട്. മാർച്ച് 4-ന് ഈജിപ്തിൽ നടക്കുന്ന അടിയന്തര അറബ് ലീഗ് ഉച്ചകോടി പ്രസിഡന്റ് ട്രംപിന്റെ ഗാസ റിവിയേറ നിർദ്ദേശം വിപുലമായി തന്നെ ചർച്ച ചെയ്യും. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനാണ് യോഗത്തിനായി മറ്റു നേതാക്കളെ ക്ഷണിച്ചത്. അറബ് നേതാക്കളും ഈജിപ്ത്, ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. യോഗം അനൌദ്യോഗികമായിരിക്കും. പ്രദേശത്ത് ആര് ഭരിക്കണം, പുനർനിർമ്മാണത്തിന് എങ്ങനെ ധനസഹായം നൽകണം എന്നതിനെ ചൊല്ലി അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് വിലയിരുത്തൽ. പലസ്തീൻ പ്രശ്നത്തിന് പതിറ്റാണ്ടുകൾക്കിടെ നടക്കുന്ന ഏറ്റവും നിർണായകമായ യോഗമാണിതെന്നാണ് സൗദി വിദേശകാര്യ നയ വിദഗ്ധന്മാർ വിശേഷിപ്പിക്കുന്നത്. 2.4 ദശലക്ഷം ആളുകളെ അയൽ രാജ്യങ്ങളായ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റിപ്പാർപ്പിക്കണമെന്ന് ട്രംപ് നിർദ്ദേശിച്ച സാഹചര്യത്തിലാണ് ആഗോളതലത്തിൽ പ്രതിഷേധമുയർന്നത്. ഗസയുടെ പുനർനിർമ്മാണത്തിന് $53 ബില്യൺ ചെലവ് വരുമെന്നാണ് ഐക്യരാഷ്ട്രസഭ കണക്കാക്കുന്നത്. ആദ്യ 3 വർഷങ്ങളിൽ തന്നെ $20 ബില്യൺ ചിലവാക്കേണ്ടി വരും. ട്രംപ് തന്റെ ഗസ പുനർനിർമ്മാണ ആശയം മുന്നോട്ട് വെച്ചതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ജോർദാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവ് അമേരിക്കയിലെത്തിയിരുന്നു. ഫെബ്രുവരി 11-ന് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച ഓവൽ ഓഫീസിലാണ് നടന്നത്. ഗസയിൽ നിന്നുള്ള അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ജോർദൻ സമ്മതിക്കുന്നതിന് സഹായമായി ട്രംപ് പ്രതിവർഷം $2 ബില്യൺ വ്യവസ്ഥ ചെയ്യാമെന്ന് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന്റെ ഫൈനൽ സാധ്യതകൾ മങ്ങുകയാണ്. കേരളം ഉയർത്തിയ ആദ്യ ഇന്നിംഗ്സ് സ്കോർ പിന്തുടർന്നിറങ്ങിയ ഗുജറാത്ത് നിലവിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 249 റൺസ് എന്ന നിലയിലാണ്. ഗുജറാത്ത് 28 റൺസിന് പിറകിലാണ്. 3 വിക്കറ്റുകൾ ശേഷിക്കെ ലീഡ് നേടാൻ ഇനി വെറും 28 റൺസ് മാത്രം മതി. എൽദോ പോൾ പുതുശ്ശേരി വിവരങ്ങളുമായി. എൽദോ, 28 റൺസ് അകലെയാണ് കാര്യങ്ങളുള്ളത്. അതായത് സാധ്യതകൾ മങ്ങുന്നു എന്നൊരു ഇതിലേക്ക് പോവാമോ? കുറെ കാലത്തിന് ശേഷമാണ് എൽദോയെ സ്ക്രീനിൽ കാണുന്നത്. അതിന്റെ ഒരു സന്തോഷം കൂടി. എൽദോ, ഗുഡ് മോർണിംഗ് ശ്രീജ. എന്തായാലും ഉടൻ തന്നെ നേരിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ രഞ്ജി ട്രോഫിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗുജറാത്ത് കേരള മത്സരത്തിൽ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. പക്ഷേ 457 റൺസ് എടുത്ത കേരളം ആദ്യ ഇന്നിംഗ്സിൽ അത്ര മികച്ച ടോട്ടൽ കണ്ടെത്തിയിട്ടും ഗുജറാത്തിന്റെ ബാറ്റർമാരെ പിടിച്ചു കെട്ടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ഇനി ഗുജറാത്ത് ഇപ്പോൾ 7 വിക്കറ്റിന് 429 റൺസ് എന്ന നിലയിലാണ്. അതായത് 29 റൺസ് മാത്രം അകലെയാണ് ഗുജറാത്ത് ഇപ്പോൾ കേരളത്തിന്റെ ഒന്നാം ഇന്നിംഗ്സ് ടോട്ടലിനോട്. ഈ രഞ്ജി ട്രോഫിയിലെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ നിയമം അനുസരിച്ച് നമുക്കറിയാം, ഫസ്റ്റ് ഇന്നിംഗ്സിൽ ലീഡ് നേടുന്ന ടീമാണ് മത്സരത്തിന് ഒരു ഫലം ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറുക. അതായത് ഇന്ന് മത്സരത്തിന്റെ നിർണായകമായിട്ടുള്ള 5ാമത്തെ ദിവസമാണ്. കേരളത്തിന് മുന്നിലുള്ള ഏക പോംവഴി എന്നാൽ 3 വിക്കറ്റുകൾ ഇനി ബാക്കിയുണ്ട് ഗുജറാത്തിന്റെ. അത് വീഴ്ത്തി കേരളം ലീഡ് സ്വന്തമാക്കുക എന്നത് മാത്രമാണ്. അല്ലാതെ ഒരു മത്സരത്തിൽ ജയസാധ്യത ഇനി അസാധ്യമെന്ന് ഉറപ്പിക്കാം. പക്ഷെ അവിടെ തടസ്സമായി നിൽക്കുന്നത് ഗുജറാത്തിന്റെ ബാറ്റർമാരിൽ അവിടെ സിദ്ധാർത്ഥ് ദേശായിയും ഒപ്പം ജയ്മീത് പട്ടേലുമാണ്. ജയ്മീത് പട്ടേൽ ഇപ്പോൾ 74 റൺസ് ഇതിനോടകം സ്കോർ ചെയ്തു. സിദ്ധാർത്ഥ് ദേശായി 24 റൺസ് എടുത്തു. അതായത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, സിദ്ധാർത്ഥ് ദേശായി 134 പന്ത് നേരിട്ടു. അതായത് വാലറ്റക്കാരനാണ് എങ്കിൽ പോലും അത്രമാത്രം പ്രതിരോധിച്ച് നിൽക്കാനുള്ള മികവ്, ശേഷി അദ്ദേഹം പ്രകടമാക്കുന്നു എന്നുള്ളതാണ്. ജയ്മീത് പട്ടേൽ 160 പന്ത് നേരിട്ടു. അതായത് ആ പിച്ചിനോടും അവിടെ സാഹചര്യത്തോടും പൊരുത്തപ്പെടാൻ 2 പേർക്കും കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഇന്ന് രാവിലത്തെ സാഹചര്യങ്ങൾ കൊണ്ട് ഈ വിക്കറ്റുകൾ വീഴ്ത്താൻ സാധിച്ചാൽ കേരളത്തിന് അത് വലിയ ഗുണമാകും, പ്രചോദനമാകും. അങ്ങനെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. എന്തായാലും 3 വിക്കറ്റുകൾ, അതാണ് കേരളത്തിന് വലിയ ലക്ഷ്യം. 3 വിക്കറ്റുകളാണ് കേരളത്തിന്റെ ലക്ഷ്യമെങ്കിൽ ഗുജറാത്തിനാകട്ടെ കേവലം 29 റൺസ്. അതാണ് ഈ 2 ടീമുകളെ വ്യത്യസ്തമാക്കുന്നത്. ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ജയ്മീത് പട്ടേല് സൗരാഷ്ട്രക്കെതിരായിട്ടുള്ള സെമി ഫൈനലിൽ സെഞ്ചുറി നേടിയിരുന്നു. ക്വാർട്ടർ ഫൈനലിൽ സെഞ്ചുറി നേടിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് ഫോം തുടരുമോ എന്നുള്ള ആശങ്ക കേരളത്തിന്റെ ആരാധകർക്കുണ്ട്. അതൊന്നുമില്ല. കേരളത്തിന് ജലജ് സക്സേന ഉൾപ്പെടുന്ന താരങ്ങൾക്ക് വിക്കറ്റ് വീഴ്ത്താൻ സാധിച്ചാൽ അത് പ്രതീക്ഷ വയ്ക്കാൻ. കാരണം ജലജ് സക്സേന എന്ന സ്പിന്നറാണ് 4 വിക്കറ്റുമായി കേരളത്തിന്റെ വിക്കറ്റ് വേട്ടയിൽ മുന്നിലുള്ളത്. ഒപ്പം സർവാട്ടയും നിതീഷും ഒപ്പം ബേസിലും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കിയിട്ടുമുണ്ട്. 3 വിക്കറ്റുകൾ, അതാണ് കേരളത്തിലെ ലക്ഷ്യം. ചരിത്ര ഫൈനലിലേക്ക് കേരളം എത്തുമോ എന്നറിയാൻ 3 വിക്കറ്റുകൾ ശേഷിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, രാവിലത്തെ സെഷനിൽ തന്നെ ഏറെക്കുറെ അതിൽ തീരുമാനമുണ്ടാവുകയും ചെയ്യും, നമുക്കൊരു വ്യക്തത ലഭിക്കുകയും ചെയ്യും. ശ്രീരാം. എൽദോ പോൾ പുതുശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. രഞ്ജി ട്രോഫിയിൽ കേരളത്തിന്റെ സാധ്യതകൾ മങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇനി നമ്മൾ പോകുന്നത് ചാമ്പ്യൻസ് ട്രോഫി വാർത്തകളിലേക്ക്.
ചാമ്പ്യൻസ് ട്രോഫിയിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് 6 വിക്കറ്റ് ജയം. 228 റൺസ് സ്കോർ പടുത്തുയർത്തിയ ബംഗ്ലാദേശിനെ 21 പന്തുകൾ ബാക്കി നിൽക്കെ ഇന്ത്യ തകർത്തു. ശുഭ്മാൻ ഗില്ലിന്റെ സെഞ്ചുറിയുടെ മികവിലായിരുന്നു ഇന്ത്യയുടെ അനായാസ ജയം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ബംഗ്ലാദേശിന് തുടക്കം താളം തെറ്റി. 5 വിക്കറ്റ് നഷ്ടത്തിൽ 35 റൺസ് എന്ന നിലയിൽ നിന്നാണ് 228 റൺസ് ടീം പടുത്തുയർത്തിയത്. മുഹമ്മദ് ഷമി 5 വിക്കറ്റുകൾ നേടി. He's had to work hard in this innings, and it's been an invaluable knock for his side. It's the slowest 100 by an Indian batter in one-day internationals post the 2019. ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് ബി പോരാട്ടങ്ങൾ ഇന്നാണ് തുടങ്ങുന്നത്. ആദ്യ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അഫ്ഗാനിസ്ഥാൻ ഇന്നിറങ്ങും. കറാച്ചി നാഷണൽ ബാങ്ക് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30-ക്കാണ് മത്സരം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ആദ്യമായാണ് അഫ്ഗാനിസ്ഥാൻ ഇറങ്ങുന്നത്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.